നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ തേർഡ് ചാപ്റ്റർ ആണ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ്. അതാണ് നമ്മളുടെ തേർഡ് ചാപ്റ്റർ. ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്ന് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ പഠിക്കാനുള്ളത്. ആ 3 ഡാറ്റ സ്ട്രക്ചറിൽ നിന്ന് ഏതെങ്കിലും ഒരു ഡാറ്റ സ്ട്രക്ചർ വിത്ത് ഓപ്പറേഷൻ ആൻഡ് അൽഗോരിതം അല്ലെങ്കിൽ എക്സാമ്പിൾ ആയിരിക്കും നിങ്ങൾക്ക് ഒരു എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ടാവുക. അതിലൊരു മാറ്റവും ഇല്ല. ഇതിലേതെങ്കിലും ഒരു ഡാറ്റ സ്ട്രക്ചർ വിത്ത് അൽഗോരിതം നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയും. ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, അപ്പം എന്താണ് ഡാറ്റ സ്ട്രക്ചർ? നമ്മൾ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട്. അപ്പം സ്ട്രക്ചർ പഠിച്ച പോലെ തന്നെ എന്താണ് ഡാറ്റ സ്ട്രക്ചർ എന്നും കൂടി നമ്മൾ അറിയണം. ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം, നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മളെ മെമ്മറിയിൽ ഒരുപാട് ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രോസസ്സ് ചെയ്യാനും അതേപോലെ തന്നെ പിന്നീട് എപ്പോഴെങ്കിലും പ്രോസസ്സ് ചെയ്യാനും അതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഡാറ്റാസ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം കമ്പ്യൂട്ടർ മെമ്മറിയിൽ നമുക്ക് ഡാറ്റേനെ ഈസി ആയിട്ട് പ്രോസസ്സ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മളൊരു പ്രത്യേക രീതിയിൽ ഡാറ്റേനെ എന്ത് ചെയ്യുന്നുണ്ട്? അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നമ്മളുടെ കുറേ ബുക്സ് ഒക്കെ ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് എങ്ങനെയായിരിക്കും? ഇങ്ങനെ മുകളിൽ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ടാവും. എങ്ങനെയായിരിക്കും ഷെൽഫിൽ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുന്നുണ്ടാവുക? ചിലപ്പോൾ നമ്മളൊക്കെ അലങ്കോലാക്കി ഇടും, പക്ഷെ എന്നാലും നമ്മൾ എന്താ ചെയ്യുക? എല്ലാം അടുക്കി പെറുക്കി മുകളിലായിട്ടാണ് വെക്കുക. ഓക്കെ, അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഡാറ്റേനെ അറേഞ്ച് ചെയ്യാണ് എവിടെ? കമ്പ്യൂട്ടർ മെമ്മറിയിൽ. അങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ലോജിക്കലി റിലേറ്റഡ് ഡാറ്റ ഐറ്റത്തിനെ ഒരു പെർട്ടിക്കുലർ വേയിൽ ഓർഗനൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. Data structure is a particular way of organizing logically related data items. Logically related എന്ന് പറഞ്ഞാൽ ബുക്ക് ആണെങ്കിൽ ബുക്ക് മാത്രം, ഡ്രസ് ആണെങ്കിൽ ഡ്രസ്സ് മാത്രം. ഓക്കെ, അപ്പം അങ്ങനെ ലോജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതിന്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഡാറ്റ സ്ട്രക്ചറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് വൺ സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ, സെക്കൻഡ് വൺ കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ. ഫസ്റ്റ് വൺ സിംഗിൾ ഡാറ്റ സ്ട്രക്ചർ, സെക്കൻഡ് വൺ കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ. മക്കളെ, ഒരു കാര്യം കൂടി, ഞാൻ പറയുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള നോട്ട്സ് നിങ്ങൾ റഫായിട്ട് എഴുതിയെടുക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക കേട്ടോ. ഒന്നുമില്ലെങ്കിൽ ഇപ്പം ഞാൻ സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ, കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ആ പേരെങ്കിലും ജസ്റ്റ് എഴുതിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇനി ഡാറ്റ സ്ട്രക്ചേഴ്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ഡാറ്റ സ്ട്രക്ചറും കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചറും. അതിൽ സിമ്പിൾ ഡാറ്റ സ്ട്രക്ചറിൽ വരുന്നതാണ് അറേ, അതേപോലെ തന്നെ സ്ട്രക്ചർ, ഇതേപോലുള്ള ഡാറ്റ ടൈപ്സ് ആണ് ഏതിൽ വരുന്നത്? സിമ്പിൾ ഡാറ്റ സ്ട്രക്ചറിൽ വരുന്നത്. ഇനി കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചറിൽ വരുന്നതാണ്, അതിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആൻഡ് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. ലീനിയർ ഡാറ്റ സ്ട്രക്ചറും നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറും. ആ ലീനിയർ ഡാറ്റ സ്ട്രക്ചറിൽ എന്താ വരിക എന്ന് വെച്ചാൽ നമ്മുടെ ഡാറ്റ എലമെന്റ്സിനെ ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ, ഒരു പ്രത്യേക ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ചതിനെയാണ് ലീനിയർ ഡാറ്റ സ്ട്രക്ചറിൽ വരിക. അതിൻ്റെ എക്സാമ്പിൾ ആണ് സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്. സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്. ഇനി നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ക്രമവും ഇല്ല, ഒരു അറേഞ്ച്മെന്റും ഇല്ല, ഒരു ലോജിക്കലി റിലേറ്റഡ് ഡാറ്റ ഐറ്റവും അല്ല, തോന്നിയ പോലെ എടുത്തു വെച്ചതിനെയാണ് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ആണ് ട്രീസും ഗ്രാഫും. ഓക്കെ, അപ്പോൾ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു
പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചതിനെയാണ് ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അങ്ങനെ പ്രത്യേക രീതിയിലൊന്നും അല്ലാതെ ചുമ്മാ ജസ്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ചതിനെയാണ് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അറേഞ്ച്മെന്റേ ഇല്ല, ജസ്റ്റ് എല്ലാം കൂടി നമ്മൾ ടേബിളിൽ അല്ലെങ്കിൽ ടേബിളിൽ ബുക്കൊക്കെ വലിച്ചു വാരി ഇടുക, അല്ലെങ്കിൽ ഷെൽഫിൽ ഡ്രസ്സൊക്കെ വലിച്ചു വാരി ഇടുക, ടേബിളിന്റെ ചെയറിന്റെ മുകളിൽ പോയിട്ട് ക്ലോത്ത് ഒക്കെ വലിച്ചു വാരി ഇടുക, അതൊക്കെ നമുക്ക് ഏതിൽ വരാം? നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറിൽ വരാം. നേരെ മറിച്ച് നമ്മളൊരു ബുക്ക് അടുക്കി പെറുക്കി വെക്കുകയാണ്, അല്ലെങ്കിൽ ഡ്രസ്സ് അടുക്കി പെറുക്കി വെക്കുകയാണെങ്കിൽ അത് ഏതിൽ വരും? ലീനിയർ ഡാറ്റ സ്ട്രക്ചറിൽ വരും. ഇനി ഈ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആയിട്ടുള്ള സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. Classification of data structure. Our data structures are divided into two types: simple data structure and compound data structure. Simple data structures ന്റെ example ആണ് arrayയും structureഉം. Compound data structure ന്റെ example ആണ് linear data structure and non-linear data structure. അതിൽ നോൺ ലീനിയറിൽ വരുന്നതാണ് ഗ്രാഫും ട്രീയും, അത് നമുക്ക് പഠിക്കാനില്ല. ലീനിയറിൽ വരുന്നതാണ് സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്. അതിന്റെ മൂന്നിന്റെയും അൽഗോരിതം, ഓപ്പറേഷൻസ്, എന്താണ് അതിന്റെ വർക്കിംഗ്, ആ കാര്യങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ഇനി ഈ ഡാറ്റ സ്ട്രക്ചറിനെ നമ്മൾ ഏതിന്റെ രീതിയിലാണ് രണ്ടായിട്ട് ഇപ്പം ഡിവൈഡ് ചെയ്തേക്കുന്നത്? ലീനിയർ, നോൺ ലീനിയർ, സിമ്പിൾ, കോമ്പൗണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡാറ്റ സ്ട്രക്ചറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മെമ്മറി അലോക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും നമ്മൾ ഡാറ്റ സ്ട്രക്ചറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ ആൻഡ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ. നമ്മൾ സിമ്പിള്, കോമ്പൗണ്ട് പറയുന്ന പോലെ തന്നെയാണ് സ്റ്റാറ്റിക്കും ഡൈനാമിക്കും. സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ ഓർഡേർഡ് ആയിട്ട്, ഡൈനാമിക് എന്ന് വെച്ചാൽ നോൺ ഓർഡേർഡ് ആയിട്ട്. ഇനി ഇതില് അറിയേണ്ട നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ടേം ആണ് ഓവർഫ്ലോ ആൻഡ് അണ്ടർഫ്ലോ. ഓവർഫ്ലോ എന്ന് പറഞ്ഞാല്, ഞാൻ എൻ്റെ ഷെൽഫ്, ഇതാണ് എൻ്റെ ഷെൽഫ്, ഞാൻ ഇങ്ങനെ ഡ്രസ്സ് അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇനിയും ഞാൻ ഇവിടെ വെക്കാൻ ശ്രമിച്ചാൽ അവിടെ സ്പേസ് ഇല്ല. സ്പേസ് ഇല്ലാതെ വരുമ്പോൾ അവിടെ നിറഞ്ഞു, ഇനിയും സ്പേസ് ഇല്ല. എന്നിട്ടും ഞാൻ അവിടെ ഡ്രസ്സ് എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്? വീണ്ടും വീണ്ടും അടുക്കി പെറുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ എന്നിട്ട് എനിക്ക് അവിടെ സ്പേസ് ഇല്ലെങ്കിൽ അവിടെ ഒക്കർ ചെയ്യുന്നതാണ് ഓവർഫ്ലോ. ഒരു കുടത്തിൽ ഞാൻ വെള്ളം നിറച്ചോണ്ടേയിരിക്കുകയാണ്, വെള്ളം നിറഞ്ഞ് തുളുമ്പി മറിയാൻ തുടങ്ങി. പക്ഷെ വീണ്ടും ഞാൻ ഇതിൽ വെള്ളം നിറക്കുകയാണെങ്കിൽ അതിനെയാണ് ഞാൻ എന്തെന്ന് പറയാൻ വേണ്ടി പറ്റുക? ഓവർഫ്ലോ എന്ന് പറയാ. ഇനി അണ്ടർഫ്ലോ എന്ന് പറഞ്ഞാല്, ഞാൻ ഒരു ബോട്ടിൽ നിന്ന് വെള്ളം തിരിച്ചെടുക്കാണ്. 1 ഗ്ലാസ് കുടിച്ചു, 2 ഗ്ലാസ് കുടിച്ചു, 3 ഗ്ലാസ് കുടിച്ചു, 4 ഗ്ലാസ് കുടിച്ചു, ബോട്ടിലിൽ വെള്ളം കഴിഞ്ഞു. എന്നിട്ടും ഞാൻ അടുത്ത ഗ്ലാസ് നിറക്കാൻ ശ്രമിക്കുക. അതിൽ വല്ല വെള്ളവും കിട്ടുമോ? പ്രത്യേകിച്ച് ഒന്നും കിട്ടൂല. അപ്പം എല്ലാം എംപ്റ്റി ആയ ശേഷവും ഞാൻ വീണ്ടും അതിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെയാണ് അണ്ടർഫ്ലോ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ടേം ആണ്, മേ ബി 2 മാർക്സിന് ചോദിക്കാം. ഡിഫൈൻ ഓവർഫ്ലോ ആൻഡ് അണ്ടർഫ്ലോ, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ഓവർഫ്ലോ ആൻഡ് അണ്ടർഫ്ലോ. ഓവർഫ്ലോ എന്ന് വെച്ചാൽ നമ്മൾ ഫുള്ളായ ശേഷം നമ്മൾ വീണ്ടും അതിലോട്ട് ഇൻസേർട്ട് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഓവർഫ്ലോ എന്ന് പറയുന്നത്. പക്ഷെ അണ്ടർഫ്ലോ എന്ന് പറയുന്നത് ഡിലീറ്റ് ആയ ശേഷവും വീണ്ടും ഞാൻ അതിനെ എംപ്റ്റി ആയിരുന്നു വീണ്ടും വീണ്ടും ഡിലീറ്റ് ആക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെയാണ് അണ്ടർഫ്ലോ എന്ന് പറയുന്നത്. ഡാറ്റ സ്ട്രക്ചറിന്റെ ഓപ്പറേഷൻസ് നമുക്ക് മെയിൻ ആയിട്ട് ഒരു 6 ഓപ്പറേഷൻസ് പഠിക്കാനുണ്ട്. പക്ഷെ അതിലൊരു 4 എണ്ണേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുള്ളൂ. ഫസ്റ്റ് വൺ ട്രാവേഴ്സിങ്, സെക്കൻഡ് വൺ സെർച്ചിങ്, ഫോർത്ത് വൺ ഇൻസേർഷൻ, ഫിഫ്ത്ത് വൺ ഡിലീഷൻ, സോർട്ടിങ് ആൻഡ് മെർജിങ്. ട്രാവേഴ്സിങ് എന്ന് പറഞ്ഞാല് ഒരു ഡാറ്റ സ്ട്രക്ചറിലുള്ള എല്ലാ എലമെന്റിനെയും വിസിറ്റ് ചെയ്യാം. ഒരു ഡാറ്റ സ്ട്രക്ചറിലുള്ള എല്ലാ എലമെന്റ്സിനെയും വിസിറ്റ് ചെയ്യുക. അങ്ങനെ വിസിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ട്രാവേഴ്സിങ് എന്ന് പറയുന്നത്. ഇനി സെർച്ചിങ് എന്ന് വെച്ചാല് ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ ഒരാളുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട്, ഒരു എലമെന്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു ഡാറ്റ ഉണ്ടോ, അല്ലെങ്കിൽ ഒരു വാല്യൂ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സെർച്ചിങ് എന്ന് പറയുന്ന ഓപ്പറേഷൻ. ഇൻസേർഷൻ എന്ന് പറഞ്ഞാല് ഒരു ഡാറ്റ സ്ട്രക്ചറിലോട്ട് ഞാൻ എന്ത് ചെയ്യാണ്? എലമെന്റിനെ ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്, വാല്യൂവിനെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിനെയാണ് ഇൻസേർഷൻ എന്ന് പറയുന്നത്.
ഇനി ഇൻപുട്ട് ചെയ്ത വാല്യൂവിനെ ഞാൻ റിമൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയാ, ഡിലീഷൻ എന്ന് പറയാ. ഇനി സോർട്ടിംഗ് എന്ന് വെച്ചാൽ എലമെന്റ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അതിനെ ഞാൻ അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ അതിനെയാണ് സോർട്ടിംഗ് എന്ന് പറയുക. ഇനി മെർജിംഗ് എന്ന് പറഞ്ഞാല് രണ്ട് എലമെന്റ്സിനെ കമ്പൈൻ ചെയ്ത് അതിന്റെ രണ്ടെണ്ണത്തിന്റെയും പ്രോസസ്സ് എങ്ങനെയാണ് പോകുന്നത് നോക്കുന്നതാണ് മെർജിങ്. സോർട്ടിങ്ങും മെർജിങ്ങും നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, ഡിലീഷൻ വരെ മാത്രം നോക്കിയാൽ മതി. ഇൻസേർഷൻ, ഡിലീഷൻ, ട്രാവേഴ്സിങ്, സെർച്ചിങ്. ഓക്കെ ഓക്കെ അല്ലേ ഇൻട്രൊഡക്ഷൻ? ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് സ്റ്റാക്ക് ഡാറ്റ സ്ട്രക്ചർ ആണ്. സ്റ്റാക്കിൽ നിന്നും തുടങ്ങാം. ശ്രദ്ധിച്ചോ, സ്റ്റാക്ക് എന്ന് പറയുന്നത് ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ്. സ്റ്റാക്ക് എന്ന് പറയുന്നത് എന്ത് ഡാറ്റ സ്ട്രക്ചർ ആണ്? ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ്. ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് അണ്ടർലൈൻ ചെയ്യുന്ന ലൈൻ എങ്കിലും നിങ്ങൾ എഴുതാൻ ശ്രമിക്കണം. സ്റ്റാക്ക് എന്ന് പറയുന്നത് ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ്. ആ സ്റ്റാക്ക് ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ ആണ് ലിഫോ. സ്റ്റാക്ക് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്ന പ്രിൻസിപ്പിൾ ആണ് ഏത്? ലിഫോ. ലിഫോ സ്റ്റാൻഡ്സ് ഫോർ, വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ലിഫോ സ്റ്റാൻഡ്സ് ഫോർ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതായത് നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ചോ, ഒരു 3-4 ബുക്ക് ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഈ ബുക്ക് വെച്ചു, ദെൻ നെക്സ്റ്റ് ബുക്ക് വെച്ചു, ദെൻ നെക്സ്റ്റ് വെച്ചു, ദെൻ നെക്സ്റ്റ് വെച്ചു. ഇപ്പൊ ലാസ്റ്റ് വന്ന ആളാണ് ഇങ്ങേര് അല്ലേ? ഇനിയിപ്പൊ എനിക്ക് താഴത്തെ ബുക്ക് എടുക്കണമെങ്കിൽ ഇയാളെ റിമൂവ് ചെയ്യണം, അടുത്തത് റിമൂവ് ചെയ്യണം, അടുത്തത് റിമൂവ് ചെയ്യണം, എന്നാൽ മാത്രമേ താഴെ എത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ലാസ്റ്റ് വന്ന ആളെയാണ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പുറത്തോട്ടാക്കുന്നത്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതാണ് സ്റ്റാക്ക് ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതിന് ഓർഡേർഡ് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ആയിരിക്കും ഉണ്ടാവുക. ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ ലിസ്റ്റ് ഓഫ് ആയിരിക്കും സ്റ്റാക്കിൽ ഉണ്ടാവുക. അതിൽ യൂഷ്വലി നടക്കുന്ന ഓപ്പറേഷൻസ് ആണ് ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ. ഒരു സ്റ്റാക്കില് ഇൻസേർഷനും നടക്കും, ഡിലീഷനും നടക്കും. ഇൻസേർഷൻ ഓപ്പറേഷനെ പുഷ് ഓപ്പറേഷൻ എന്നും, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇൻസേർഷൻ ഓപ്പറേഷനെ പുഷ് ഓപ്പറേഷൻ എന്നും ഡിലീഷൻ ഓപ്പറേഷനെ പോപ്പ് ഓപ്പറേഷൻ എന്നും വിളിക്കും. ഇൻസേർഷൻ ഓപ്പറേഷനെ പുഷ് ഓപ്പറേഷൻ എന്നും ഡിലീഷൻ ഓപ്പറേഷനെ പോപ്പ് ഓപ്പറേഷൻ എന്നും വിളിക്കും. ഈ ഇൻസേർഷനും ഡിലീഷനും നടക്കുന്നത് ഒരൊറ്റ എൻഡിലൂടെയാണ്. ഇൻസേർഷനും ഡിലീഷനും നടക്കുന്നത് ഒരൊറ്റ എൻഡിലൂടെയാണ്. ആ ഒരു എൻഡിനെ നമ്മൾ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് അല്ലെങ്കിൽ ടോപ്പ് എന്ന് വിളിക്കും. ഇൻസേർഷനും ഡിലീഷനും നടക്കുന്ന ഒരൊറ്റ എൻഡിലൂടെയാണ്, അതിനെ നമ്മൾ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് അല്ലെങ്കിൽ ടോപ്പ് എന്ന് വിളിക്കും. മെയിൻ ആയിട്ടുള്ള പോയിന്റ് ലിഫോ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ഓർഡേർഡ് ലിസ്റ്റ്, ഇൻസേർഷനും ഡിലീഷനും നടക്കും. ഇൻസേർഷൻ ആണ് പുഷ്, ഡിലീഷൻ ആണ് പോപ്പ്. ഇൻസേർഷനും ഡിലീഷനും ഒരൊറ്റ എൻഡിലൂടെയാണ് നടക്കുന്നത്, അതിനെ നമ്മൾ ടോപ്പ് എന്ന് വിളിക്കും. ഇനി എങ്ങനെയാണ് പുഷ് ഓപ്പറേഷൻ നടക്കുന്നത് അല്ലെങ്കിൽ ഇൻസേർഷൻ ഓപ്പറേഷൻ നടക്കുന്നത് നോക്കിക്കോ. ഒരു എംപ്റ്റി സ്റ്റാക്ക് ഉണ്ട്. ആ എംപ്റ്റി സ്റ്റാക്കിലോട്ട് ഞാൻ 1 പറയുന്ന ഒരു എലമെന്റിനെ പുഷ് ചെയ്തു. ഇനി 1ന്റെ മുകളിൽ 2 എന്ന് പറയുന്ന എലമെന്റ് പുഷ് ചെയ്തു, 3 എന്ന് പറയുന്ന എലമെന്റ് പുഷ് ചെയ്തു. ഓക്കെ, ഇനി പോപ്പ് പോകുമ്പോൾ ഫസ്റ്റ് ആര് പോവും? 3 റിമൂവ് ആവും, ദെൻ 2 റിമൂവ് ആവും, ദെൻ 1 റിമൂവ് ആവും. അതാണ് ഇൻസേർഷൻ ഓപ്പറേഷൻ ഓർ പുഷ് ഓപ്പറേഷൻ. ഇനി ഈ ഒരു പുഷ് ഓപ്പറേഷന്റെ അൽഗോരിതം എങ്ങനെയാണ് വരുന്നത്? അതാണ് അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓപ്പറേഷനും അതേപോലെ തന്നെ ഡിലീഷൻ ഓപ്പറേഷന്റെയും അൽഗോരിതം എങ്ങനെയാണ് വരുന്നത് ശ്രദ്ധിച്ചോ. ഫസ്റ്റ്, assume that stack of n is an array of stack with a size n. എന്റെ സ്റ്റാക്കിന്റെ സൈസ് n ആണെന്ന് വിചാരിക്കാം. അതായത് എന്റെ സ്റ്റാക്കിന്റെ സൈസ് ഞാൻ 4 ആണ് കൊടുത്തേക്കുന്നത് വിചാരിക്കാം. ഓക്കെ, അതില്
TOS എന്ന് പറയുന്നതിനെ നമ്മൾ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് എന്ന് എടുക്കാം. TOS എന്ന് പറയുന്നത് എന്താണ്? ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. വാൽ എന്ന് പറയുന്നത് എനിക്ക് അതിലേക്ക് ആഡ് ചെയ്യേണ്ട വാല്യൂ. എനിക്ക് അതിലോട്ട് ആഡ് ചെയ്യേണ്ട വാല്യൂ ആണ് ഏത്? വാൽ എന്ന് പറയുന്നത്. അപ്പൊ ഒരു അൽഗോരിതം എഴുതുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും +1 എപ്പോഴും അൽഗോരിതത്തിൽ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ടും ലാസ്റ്റ് സ്റ്റെപ്പ് സ്റ്റോപ്പും ആയിരിക്കും. ഒരു അൽഗോരിതത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതായിരിക്കും? സ്റ്റാർട്ട് ആയിരിക്കും. ലാസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? സ്റ്റോപ്പ് ആയിരിക്കും. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്റെ സ്റ്റാക്കിൽ ഇതാണ് എന്റെ സ്റ്റാക്ക്. ഇതില് എന്റെ സൈസ് 4 4 വരെ നാലാമത്തെ ഇൻഡെക്സ് വരെ എലമെന്റ് ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ അതിലോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമോ? ഇൻസേർട്ട് ചെയ്യാൻ പറ്റൂല. നാലാമത്തെ ഇൻഡെക്സിൽ വരെ എലമെന്റ് ഉണ്ടെങ്കിൽ 0 1 2 3 വരുമ്പോൾ 4 എലമെന്റ് എന്ന് പറയുമ്പോൾ തേർഡ് ഇൻഡെക്സ് വരെ എലമെന്റ് ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് അത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂല? സ്റ്റാക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പൊ ഫസ്റ്റ് ഞാൻ നോക്കുന്നത് എന്റെ സ്റ്റാക്ക് ഫുൾ ആയോ എന്നാണ്. ഫസ്റ്റ് ഞാൻ എന്ത് നോക്കും? എന്റെ സ്റ്റാക്ക് ഫുൾ ആയോ. അപ്പൊ സ്റ്റാർട്ട് കൊടുത്തു. എന്താ കൊടുക്കുന്നത്? ഈസ് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ലെസ് ദാൻ n ആണോ? എന്റെ ടോപ്പ് എന്ന് പറയുന്നത് ലെസ് ദാൻ n ആണോ എന്ന് ഞാൻ ചെക്ക് ചെയ്യാണ്. ഓക്കെ, ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എന്ന് പറയുന്നത് ഇപ്പൊ നിലവില് ടോപ്പ് എവിടെയാ കിടക്കുന്നത്? നിലവില് ടോപ്പ് എവിടെയാ കിടക്കുന്നത്? ഇവിടെയാണ് ടോപ്പ് 0th ഇൻഡെക്സില്. അപ്പം 0 ലെസ് ദാൻ 4 ആണോ? 0 ലെസ് ദാൻ 4 ആണല്ലോ. ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ ടോപ്പ് +1 ആക്കി മാറ്റുന്നു. ഇപ്പൊ 0യിൽ എന്റെ ഒരു എലമെന്റ് ഉണ്ട്. ഇനി എനിക്ക് അതിലോട്ട് ഇൻസേർട്ട് ചെയ്യണം. 0യിൽ എന്റെ ഒരു എലമെന്റ് ഉണ്ട്. ഇനി എനിക്ക് അതിലോട്ട് ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ഏത് പൊസിഷനിലോട്ടാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്? ഫസ്റ്റ് എന്ന് പറയുന്ന പൊസിഷനിലോട്ടാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പം 0 ഉള്ളതിനെ ഞാൻ എന്താക്കി? 1 ആക്കി മാറ്റി. ഓക്കെ, ഇനി ആ 1ലോട്ട് എലമെന്റ് ഇൻസേർട്ട് ചെയ്യണം. സ്റ്റാക്ക് ഓഫ് 1 +1 ആവുന്നു. അതായത് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എന്താവും? ദ സ്റ്റാക്ക് 2 ആയിട്ട് മാറി. ഇനി എന്ത് ചെയ്യുന്നു? സ്റ്റാക്ക് ഓഫ് 2ലോട്ട് വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നു. 3 എന്ന് പറയുന്ന വാല്യൂവിനെ ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്തായി? 0th ഇൻഡെക്സ് ആയി, ഫസ്റ്റ് ഇൻഡെക്സ് ആയി, സെക്കൻഡ് ഇൻഡെക്സ് ആയി. എന്താടാ എനിക്ക് ക്ലിയർ ആയില്ല? വോയിസ് കട്ടാവുന്നുണ്ട്. ആണോ? ഇപ്പോഴും ഉണ്ട്? ഇല്ല, ഇപ്പൊ ഓക്കെയാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. എവിടെയാ പോയേക്കുന്നേ? ടോസ് ഈക്വൽ ടു ടോസ് 1 +1 അവിടെ വാല്യൂ. ഓക്കെ 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 ഓക്കെ
വോയിസ് ഓക്കെ അല്ലടാ മക്കളെ? ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ? ജവാദ, അവന്തിക ഓക്കെ. എന്ന് പറയുന്നത് എന്റെ സ്റ്റാക്കിന്റെ സൈസ് ആണ്. സോ ഞാൻ ജസ്റ്റ് സ്റ്റാക്ക് ഈക്വൽ ടു എന്നിന്റെ സൈസ് 3 എടുക്കുന്നു. 3 വരെ എനിക്ക് എലമെന്റ് ഇൻസേർട്ട് ആവേണ്ടതുള്ളൂ. അപ്പൊ ഞാൻ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്, ഇപ്പം നിലവിൽ എന്റെ സ്റ്റാക്ക് കിടക്കുന്നത്, ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് കിടക്കുന്നത് 0th ഇൻഡെക്സിലാണ്. 0th ഇൻഡെക്സിൽ ആണ് ഇപ്പം നിലവിൽ സ്റ്റാക്ക് കിടക്കുന്നത്. അവിടെ 10 ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? 0<3 ആണോ? 0<3 ആണെങ്കിൽ ടോപ്പ് എന്താവുന്നു? ഇപ്പോഴുള്ള ടോപ്പിന്റെ കൂടെ 1 ആഡ് ചെയ്യുന്നു. ടോപ്പ് 1ലോട്ട് പോയി. ഇനി എന്ത് ചെയ്യുന്നു? ആ ടോപ്പിലോട്ട്, ഈ സ്റ്റാക്കിന്റെ 1 എന്ന് പറയുന്ന ടോപ്പിലോട്ട് 20 എന്ന് പറയുന്ന എലമെന്റിനെ ഇൻസേർട്ട് ചെയ്തു. എഗൈൻ എന്ത് ചെയ്യാണ്? ഇപ്പോഴത്തെ ടോപ്പ് 1ലാണ്. 1<3 ആണോ? 1<3 ആണെങ്കിൽ ഇപ്പോഴുള്ള 1ന്റെ കൂടെ 1 ആഡ് ചെയ്തു. ഇപ്പോഴെന്റെ ടോപ്പ് എങ്ങോട്ടേക്ക് പോയി? 2ലോട്ട് പോയി. 2 എന്ന് പറയുന്നിടത്ത് എന്റെ വാല്യൂ, പുതിയ വാല്യൂ ആയിട്ടുള്ള 30 ഇൻസേർട്ട് ആവും. വീണ്ടും ടോപ്പ് എന്ന് പറയുന്നത് എൻ്റെ ഇപ്പം നിലവിൽ 2 ആണുള്ളത്. 2<3 ആണ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ 2ന്റെ കൂടെ 1 ആഡ് ചെയ്തു, 3 ആയിട്ട് മാറി. 3ലോട്ട് എന്ത് ചെയ്യാണ്? 40 ഇൻസേർട്ട് ചെയ്തു. എഗെയിൻ ടോപ്പ് എന്താവാണ്? 3 ആയി. 3<3 എന്ന് പറഞ്ഞ കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ ഫോൾസ് ആണ്. കണ്ടീഷൻ ഫോൾസ് ആയാൽ എൽസിൽ എന്ത് പ്രിന്റ് ചെയ്യുന്നു? സ്റ്റാക്ക് ഓവർഫ്ലോ ആയി, സ്റ്റാക്ക് ഫുള്ളായി. ഞാൻ കൊടുത്തിട്ടുള്ള സൈസിന്റെ അത്രയും സ്റ്റാക്ക് ഇവിടെ ഫുള്ളായിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് സ്റ്റാക്ക് എന്ത് ചെയ്യാണ്? സ്റ്റോപ്പ് ചെയ്യാണ്. ഇങ്ങനെയാണ് ഒരു സ്റ്റാക്കിൽ എലമെന്റ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ. ഇൻസേർഷൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ നിലവിൽ ഒരു ഡാറ്റ സ്ട്രക്ചർ, സ്റ്റാക്ക് ഡാറ്റ സ്ട്രക്ചർ ഉണ്ട്. ആ ഡാറ്റയിലേക്ക് ഒരു പുതിയ എലമെന്റിനെ ആഡ് ചെയ്യുന്നതിനെയാണ് ഇൻസേർഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് അതിന്റെ അൽഗോരിതം വരിക. ഒന്നും നോക്കണ്ട, കണ്ണും പൂട്ടി പഠിച്ചോ. അൽഗോരിതം, സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ് ഏതെങ്കിലും ഒന്ന് ചോദിക്കും. എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇത് അതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. വിത്ത് എക്സാമ്പിൾ, എക്സ്പ്ലനേഷൻ വിത്ത് എക്സാമ്പിൾ. സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളോട് ചോദിച്ചതെങ്കിൽ സ്റ്റാക്ക് എന്താണ്? സ്റ്റാക്കിന്റെ ഓപ്പറേഷൻസ് ഏതൊക്കെ? പുഷ്, പോപ്പ്. എന്താണ് പുഷ്? പുഷിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞത് ഇങ്ങനെ ഫിഗർ വരച്ച് എഴുതണം. അതിന്റെ അൽഗോരിതം. എന്താണ് പോപ്പ്? പോപ്പിന്റെ എക്സാമ്പിൾ ഇതുപോലെ ഫിഗർ വരച്ച് എഴുതണം. അതിന്റെ അൽഗോരിതം. ഇത്രയും കാര്യങ്ങൾ എന്തായാലും നിർബന്ധമാണ്. ഓക്കെ അല്ലേ? ഇനി പുഷിനെ പോലെ തന്നെ പോപ്പിന്റെ അൽഗോരിതം. പുഷ് എന്ന് പറയുന്നത് സ്റ്റാക്ക് ഫുൾ ആയാല് നമുക്ക് പിന്നെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പം പോപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാക്ക് എംപ്റ്റി ആയാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ. അപ്പം ഇതേപോലെ തന്നെ എന്ന് പറയുന്നത് സൈസ് ആണ്. ചെക്ക് ചെയ്യാണ്. ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ഗ്രേറ്റർ ദാൻ -1 ആണോ? അതായത് എന്റെ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എന്ന് പറയുന്നത് ഇപ്പൊ നിലവിൽ 5 ആണ് ഉള്ളത്. 5 എന്ന് പറയുന്നത്, ഞാൻ ക്ലാസ്സിൽ അറിയാൻ പറ. ഞാൻ ഇപ്പൊ തന്നെ പറയണോ? നാളെ പറഞ്ഞാൽ മതിയോ? എന്നാ എന്തേലും മേടിച്ചിട്ട് വാ. ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എന്ന് പറയുന്നത് ഇപ്പൊ 5 ആണ് തന്നേക്കുന്നത്. 5 ഗ്രേറ്റർ ദാൻ -1 ആണോ? 5 ഗ്രേറ്റർ ദാൻ -1 എന്തിനാണ് ചെക്ക് ചെയ്യുന്നത്? എന്റെ സ്റ്റാക്ക് ഇപ്പൊ എംറ്റിയിലാണോ ഉള്ളത്? എംറ്റി ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂല? ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല. ഓക്കെ. എംറ്റി ആണെങ്കിൽ എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? അത് എംറ്റി ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. എംറ്റി അല്ലെങ്കിൽ നേരത്തെ ഇൻസേർഷന്റെ നേരെ ഓപ്പോസിറ്റ്, ഇൻസേർഷനിൽ സ്റ്റാക്ക് ഓഫ് ടോസ് എന്ന് പറയുന്നത് വാൽ ആണ് കൊടുത്തതെങ്കിൽ ഇവിടെ വാൽ എന്തായിട്ട് മാറുകയാണ്? റിമൂവ് ആവാണ്. വാൽ ഇസ് ഈക്വൽ ടു സ്റ്റാക്ക് ഓഫ് ടോസ്.
എന്നിട്ട് ടോസ് എന്താവും? -1 ആവും. നേരത്തെ +1 ആണ് ആയത്, മുകളിലോട്ട് കൂടി കൂടി പോയതാണ്, ഇവിടെ കുറഞ്ഞു 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 വരും. ഓക്കെ അല്ലേ? ഇൻസേർഷനും ഡിലീഷനും. ഇനി എപ്പോഴാണോ ഈ കണ്ടീഷൻ ഫോൾസ് ആവുന്നത്, എപ്പോഴെങ്കിലും -1 ഗ്രേറ്റർ ദാൻ -1 കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റാക്ക് എന്തായി? അണ്ടർഫ്ലോ ആയി. അണ്ടർഫ്ലോ എന്ന് വെച്ചാൽ സ്റ്റാക്ക് എംപ്റ്റി ആയി. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ എവിടെയെങ്കിലും? എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ പോപ്പിന്റെ ഒന്നുകൂടി പറഞ്ഞിട്ട് മിസ്. പോപ്പിൻ്റെതാണോ? ആ പോപ്പിൻ്റെതെന്ന് പറയുമ്പം -1 ആണ് നമ്മൾ വരുന്നത്. എവിടെ? ഏറ്റവും ലാസ്റ്റ്, ഏറ്റവും എൻഡിൽ വരുന്നത് ഏതാണ്? -1 ആണ് അല്ലേ? ഒരു എലമെന്റും ഇല്ലാത്ത സമയത്ത് നമുക്ക് എന്താ വരാ? -1 ആണ്. അപ്പം -1 എപ്പോഴെങ്കിലും എന്റെ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എലമെന്റ് സൈസ് 4 ആണെന്ന് വിചാരിക്കാം. 4 ഗ്രേറ്റർ ദാൻ -1 ആയാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. -1ന്റെ മുകളിൽ 0യും 1ലും സെക്കൻഡിലും തേർഡിലും ഒക്കെ എലമെന്റ് ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് 4 ഗ്രേറ്റർ ദാൻ -1 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. 4 ഗ്രേറ്റർ ദാൻ -1 ആണെങ്കിൽ എന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പൊ 4 ആണ്, എനിക്ക് ഡിലീറ്റ് 4 ആണ് ഡിലീറ്റ് ചെയ്യേണ്ടെങ്കിൽ 4 is equal to stack of ടോസ്. ടോസ് എന്ന് പറയുന്നത് 3 ആണ്. 3യിലുള്ള 4നെ റിമൂവ് ചെയ്തു. ഇനി എന്റെ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എന്തായിട്ട് മാറണം? 3 മാറി 2 ആയിട്ട് മാറണം. 3 - 1 അതായത് 2 ആയി. എഗെയിൻ 4 എന്താവുന്നു? 4 എന്തായിട്ട് മാറി? 3 ആയിട്ട് മാറി. 3 ഗ്രേറ്റർ ദാൻ -1 ആണോ? 3 ഗ്രേറ്റർ ദാൻ -1 ആണെങ്കിൽ, സോറി ഞാൻ ഇവിടെ 4 എഴുതിയത്, 2 ആണ് എഴുതാ. 3യിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, 2യിലോട്ട് പോകുന്നു. 2 ഗ്രേറ്റർ ദാൻ -1 ആണോ? 2 ഗ്രേറ്റർ ദാൻ -1 ആണെങ്കിൽ 2യിലുള്ള എലമെന്റ് 3 ഈസ് ഈക്വൽ ടു സ്റ്റാക്ക് ഓഫ് 2. സ്റ്റാക്ക് ഓഫ് 2യിൽ നിന്നും ആരെ ഡിലീറ്റ് ചെയ്തു? 3നെ ഡിലീറ്റ് ചെയ്തു. 3 ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ -1. -1 എന്ന് പറയുമ്പോൾ 1. ഓക്കെ. ഇനി 1 ഗ്രേറ്റർ ദാൻ -1 ആണോ? 1 ഗ്രേറ്റർ ദാൻ -1 ആണെങ്കിൽ വാല്യൂ ഏതാണ്? 2 ഈസ് ഈക്വൽ ടു സ്റ്റാക്ക് ഓഫ് 1. സ്റ്റാക്ക് ഓഫ് 1ലെ 2നെ ഡിലീറ്റ് ചെയ്തു. ഇനി 1 - 1 എന്ന് പറയുമ്പം 0 ആയി. 0 ഗ്രേറ്റർ ദാൻ -1 ആണോ? 0 ഗ്രേറ്റർ ദാൻ -1 ആണെങ്കിൽ എന്താവും? 1 is equal to stack of 0. സ്റ്റാക്ക് ഓഫ് 0യിലെ 1നെ ഡിലീറ്റ് ചെയ്തു. എഗെയിൻ -1. -1 ഗ്രേറ്റർ ദാൻ -1 എന്ന് പറഞ്ഞാൽ നേരെ എൽസിലോട്ട് പോയി. എൽസിനെ ഡിലീറ്റ് ചെയ്യാൻ ആരുമില്ല, എല്ലാ എലമെന്റ്സും കഴിഞ്ഞു, അണ്ടർഫ്ലോ. ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ. എനിക്കും ജസ്റ്റ് എ മിനിറ്റ്. ഇനി ക്യൂ എന്ന് പറയുന്നത്, സ്റ്റാക്ക് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. അതായത് നോർമൽ നമ്മൾ ഒരു ക്യൂ പോവാണ്, ഒരു ക്യൂല് നിൽക്കുകയാണ്. ഒരു സാധനം മേടിക്കാൻ വേണ്ടി നമ്മളൊരു ക്യൂല് നിൽക്കുന്നത് പോലെ തന്നെ ഇവിടെയും എന്താണ്? ഫസ്റ്റ് ഒരാളുണ്ടാവും, അയാളുടെ പിറകിൽ അടുത്ത ആളുണ്ടാവും, അയാളുടെ പിറകിൽ അടുത്തുണ്ടാവും, അയാളുടെ പിറകിൽ അടുത്ത ആളുണ്ടാവും. അപ്പൊ ഫസ്റ്റ് വന്ന ആളാണ് ഫസ്റ്റ് ഔട്ട് ആവുന്നത്.
ഓക്കെ, ഒരു സൈഡിലൂടെ ഇന്നും മറ്റൊരു സൈഡിലൂടെ ഔട്ടും. ഇനി വർക്ക് ചെയ്യുന്നത് നമ്മൾ സ്റ്റാക്കിൽ പറഞ്ഞു ഒരൊറ്റ എൻഡിലൂടെ ഇൻസേർഷനും ഡിലീഷനും പോകുന്നത്. പക്ഷെ ക്യൂവില് ഇൻസേർഷനും ഡിലീഷനും രണ്ട് എൻഡിലൂടെയാണ് നടക്കുന്നത്. ഇൻസേർഷനും ഡിലീഷനും എങ്ങനെയാണ് നടക്കുന്നത്? രണ്ട് എൻഡിലൂടെയാണ് ക്യൂവില് നടക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാല് നോക്കിക്കോ. നമ്മളിപ്പം ഇവിടെ പറഞ്ഞ മെയിൻ പോയിന്റ് ഫിഫോ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. അവിടെ ലിഫോ ആണെങ്കിൽ ഇവിടെ ഫിഫോ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണെന്ന് പറഞ്ഞത്. അപ്പം ആദ്യം ക്യൂവിൽ വരുന്ന ഡാറ്റയാണ് നമ്മൾ ആദ്യം പുറത്തോട്ട് പോകുന്നത്. അപ്പം ഇവിടെ രണ്ട് എൻഡാണുള്ളത്. ഒരു എൻഡ് ഫ്രണ്ടും ഒരു എൻഡ് റിയറും. ഒരു എൻഡ് ഫ്രണ്ടും ഒരു എൻഡ് റിയറും. നോർമൽ ഒരു ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ ടിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കണ പോലെ തന്നെ. ഓക്കെ, അപ്പം ഈ ഫ്രണ്ട് അതേപോലെ തന്നെ റിയർ രണ്ട് എൻഡിലൂടെയാണ് നമ്മൾ എന്ത് വർക്ക് ചെയ്യുന്നത്? ഇൻസേർഷനും ഡിലീഷനും വർക്ക് ചെയ്യുന്നത്. അതില് ഇൻസേർഷൻ വർക്ക് ചെയ്യുന്ന എൻഡിനെ നമ്മള് ഇൻസേർഷൻ പ്രോസസ് ചെയ്യുന്ന എൻഡിനെ റിയർ എൻഡ് എന്നും ഡിലീഷൻ പ്രോസസ് ചെയ്യുന്ന എൻഡിനെ ഫ്രണ്ട് എൻഡ് എന്നും പറയും. ഇൻസേർഷൻ വർക്ക് ചെയ്യുന്ന എൻഡിനെ നമ്മൾ എന്തെന്ന് പറയും? റിയർ എൻഡ് എന്ന് പറയും. ഡിലീഷൻ പ്രോസസ് ചെയ്യുന്ന എൻഡിനെ ഫ്രണ്ട് എന്ന് പറയും. ഫ്രണ്ട് എന്ന് കാണുമ്പം പോയിട്ട് ഇൻസേർഷൻ എഴുതരുത്. ഫ്രണ്ട് എന്ന് പറയുമ്പം ഡിലീഷൻ ആണ്. റിയർ എന്ന് പറയുന്നതാണ് എന്ത്? ഇൻസേർഷൻ. ഓക്കെ, അപ്പം റിയറിലൂടെ 5 ഇൻസേർട്ടായി, റിയറിലൂടെ 1 ഇൻസേർട്ടായി, 2 ഇൻസേർട്ടായി, 3 ഇൻസേർട്ടായി, 4 ഇൻസേർട്ടായി, 5 ഇൻസേർട്ടായി. ഫസ്റ്റ് വന്നാൾ 1 ആണ്. ഫ്രണ്ടിലൂടെ അയാൾ എന്തായി? ഡിലീറ്റ് ആയി. 1 ഡിലീറ്റ് ആയി, 2 ഡിലീറ്റ് ആയി, 3 ഡിലീറ്റ് ആയി, 4 ഡിലീറ്റ് ആയി, 5 ഡിലീറ്റ് ആയി. ഇതൊക്കെ ഏത് എൻഡിലൂടെയാണ് ഡിലീറ്റ് ആവുന്നത്? ഫ്രണ്ട് എൻഡിലൂടെ ഡിലീഷനും റിയർ എൻഡിലൂടെ ഇൻസേർഷനുമാണ് നടക്കുന്നത്. ഇവിടെ ഇൻസേർഷനും ഡിലീഷനും നടക്കുന്നത് രണ്ട് എൻഡിലൂടെ ആണ്. രണ്ട് എൻഡ് ത്രൂ ആണ് ഇൻസേർഷനും ഡിലീഷനും നടക്കുന്നത്. ഇതിന്റെ ഇൻസേർഷന്റെയും ഡിലീഷന്റെയും അൽഗോരിതം എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്യൂ ഓഫ് എന്ന് പറയുന്നത് സൈസ് ആണ്. ഫ്രണ്ട് എൻഡും ഉണ്ട്, റിയർ എൻഡും ഉണ്ട്. ഇനി ഒരു വാല്യൂ ഉണ്ടാവും. ഇൻസേർട്ട് ചെയ്യാനും അതേപോലെ ഡിലീറ്റ് ചെയ്യാനും ഒരു വാല്യൂ ഉണ്ടാവും. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്റെ ക്യൂ. ഇതാണ് എന്റെ ക്യൂ. ഇൻസേർട്ട് ചെയ്യുന്ന ഈ എൻഡ് റിയർ, ഡിലീറ്റ് ചെയ്യുന്ന ഈ എൻഡ് ഫ്രണ്ട്. റിയറിലൂടെ ഞാൻ 5നെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് റിയറിലൂടെ ആരെ ഇൻസേർട്ട് ചെയ്യണം? 5നെ ഇൻസേർട്ട് ചെയ്യണം. അങ്ങനെ 5നെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു റിയർ എന്ന് പറയുന്ന ഈ ഒരു ക്യൂ ഫുൾ ആണോ എന്ന് എനിക്കറിയണം. അല്ല, ഈ ക്യൂ എംപ്റ്റി ആണോ എന്ന് എനിക്കറിയണം. ഒന്നിക്കിൽ ഫുൾ ആണോ എന്ന് അറിയണം. ഫുൾ ആയാൽ പിന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അല്ലെങ്കിൽ എംപ്റ്റി ആണോ എന്ന് അറിയണം. ഫസ്റ്റ് ഞാൻ എംപ്റ്റി ആണോ എന്ന് നോക്കുകയാണ്. ഇവിടെ 0, 1, 2, 3, 4 എന്ന് പറഞ്ഞാണ് ഇൻഡെക്സ് നമ്പർ പോകുന്നത്. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു? ഇത് എംപ്റ്റി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പം റിയർ ഈക്വൽ ടു -1. ഓക്കെ, എംപ്റ്റി ആണെങ്കിൽ എൻ്റെ റിയറും ഫ്രണ്ടും റിയറും, ഇപ്പം ഫ്രണ്ടും റിയറും നിലവിലുള്ളത് എവിടെയാണ്? ഈ ഒരു 0 എന്ന് പറയുന്ന ഇൻഡെക്സിലാണ്. ഫ്രണ്ടും റിയറും നിലവിലുള്ളത് എവിടെയാണ്? റിയർ എന്ന് പറയുന്ന ഇൻഡെക്സിലാണ്. ഇപ്പം റിയറും ഇവിടെയാണ്, ഫ്രണ്ടും ഇവിടെയാണ്. രണ്ടും 0 എന്ന് പറഞ്ഞ ഇൻഡെക്സിലാണ് ഉള്ളത്. ഇനി ഞാൻ പേര് ക്യൂ ഓഫ് 0 20നെ ആഡ് ചെയ്യുന്നു. ക്യൂ ഓഫ് 0 ആരെ ആഡ് ചെയ്യുന്നു? 20നെ ആഡ് ചെയ്യുന്നു. 20. ഓക്കെ,
20 ആഡ് ചെയ്ത ശേഷം ഞാനിവിടെ ആഡ് ചെയ്തു 20 ആഡ് ചെയ്തു. 20 ആഡ് ചെയ്ത ശേഷം ഞാൻ ചെക്ക് ചെയ്യാണ് എന്റെ റിയർ എന്ന് പറയുന്നത് 0 ലെസ് ദാൻ സൈസ് n-1 ആണോ, 3 ആണ്, 4 ആണ് സൈസ് എങ്കിൽ 3 ലെസ് ദാൻ. എന്റെ റിയർ ഇനി അടുത്തത് എന്താവണം? +1 ആയിട്ട് മാറണം. റിയർ എന്തായിട്ട് മാറണം? +1 ആയിട്ട്. 1 പോയി. ഇപ്പൊ 0-ൽ ഉണ്ടായിരുന്ന റിയർ ഇപ്പൊ എങ്ങോട്ടേക്ക് പോയി? 1 പോയി. ഓക്കെ, ഇനി ആ 1-ൽ എന്താ ആഡ് ചെയ്യണം? വാല്യൂവിനെ ആഡ് ചെയ്യണം. Q(1) = 30. എന്താ ആഡ് ചെയ്തു? എന്താടാ ബ്രേക്ക് ഉണ്ടോ? ആ ബ്രേക്ക് ഉണ്ട്. ഇപ്പൊ ഓക്കെ ആണോ? ആ ഇപ്പൊ ഓക്കെ. ഓക്കെ, ഇടക്ക് സ്ക്രീനും അങ്ങനെ ആവുന്നുണ്ട്, കാണാതാവുന്നുണ്ട്. ലാഗ് ആവുന്നതാണോ? ബ്ലാക്ക് ഫുൾ സ്ക്രീൻ എന്നിട്ട് ഫുൾ ബ്ലാക്ക് ആവുക. ആണോ? ഒന്ന് പറയണം അങ്ങനെ കാണുമ്പോ. ഇപ്പം കാണുന്നുണ്ടോ നിലവില്? ഇപ്പൊ കാണുന്നുണ്ട്. ഓക്കെ, ഇതാണ് എന്റെ ക്യൂ എന്നാണ് ഇതിന്റെ പേര്. ഇതിലെ ഫ്രണ്ടും അതേപോലെ തന്നെ റിയറും ഇപ്പം ഇവിടെയാണ് ഉള്ളത്, 0th ഇൻഡെക്സിൽ. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യാണ്? റിയർ -1 ആണോ നോക്കുക, അതായത് empty ആണോ നോക്കുകയാണ്. empty ആണെങ്കിൽ ഫ്രണ്ടും റിയറും ഞാൻ 0-ൽ കൊണ്ടുവെക്കുന്നു. എനിക്ക് പുതിയതായിട്ട് എലമെന്റിനെ ഇൻസേർട്ട് ചെയ്യാൻ 0-ൽ കൊണ്ടുവെക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? Q(0)ലോട്ട് 10 പറയുന്ന എലമെന്റിനെ ഇൻസേർട്ട് ചെയ്തു. 10 പറയുന്ന എലമെന്റിനെ ഇൻസേർട്ട് ചെയ്ത ശേഷം ഇനി എന്റെ റിയർ എന്താവണം? +1 ആയിട്ട് മാറണം. അടുത്ത എലമെന്റ് എനിക്ക് എങ്ങോട്ടേക്കാ പോകേണ്ടത്? ഫസ്റ്റ് ഇൻഡെക്സിലോട്ടാണ് പോകേണ്ടത്. അപ്പം എന്റെ റിയർ ഇപ്പൊ എങ്ങോട്ടേക്ക് പോയി? ഫസ്റ്റ് ഇൻഡെക്സിലോട്ട് പോയി. അതാണ് റിയർ = റിയർ +1. ഇനി എന്ത് ചെയ്യണം? ആ റിയറിലോട്ട് Q(1)ലോട്ട് എന്ത് ചെയ്യണം? അടുത്ത വാല്യൂ 20 ആഡ് ചെയ്യണം. ഇനി അഗെയിൻ വീണ്ടും റിയർ എന്താവണം? +1 ആവണം. +1 ആവുമ്പോ സെക്കൻഡ് ഇൻഡെക്സിലോട്ട് പോയി. സെക്കൻഡ് ഇൻഡെക്സിൽ എന്തായി? Q(2)ലോട്ട് 30 ആഡ് ചെയ്തു. 30 ആഡ് ചെയ്തു. വീണ്ടും +1 ആയിട്ട് മാറി. റിയർ എങ്ങോട്ട് പോയി? തേർഡ് ഇൻഡെക്സിലോട്ട് പോയി. Q(3)ലോട്ട് ഞാൻ എന്ത് ആഡ് ചെയ്തു? 40 ആഡ് ചെയ്തു. വീണ്ടും റിയർ ചെക്ക് ചെയ്യുമ്പം എന്റെ റിയർ എന്ന് പറയുന്നത് 3 ലെസ് ദാൻ 3 എന്നാണ് കിട്ടുക. അപ്പൊ കണ്ടീഷൻ ഫോൾസ് ആണ്. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഓവർഫ്ലോ ആയി. ഇതാണ് ഇൻസെർഷൻ ഓപ്പറേഷന്റെ അൽഗോരിതം. അൽഗോരിതം എഴുതുമ്പോൾ വിത്ത് ഫിഗർ വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് വരണം. ഇനി ഞാൻ പറഞ്ഞു ഫ്രണ്ടിലൂടെയാണ് ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ ബാക്കിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിലീറ്റ് ചെയ്യുന്നത്. സോറി, റിയറിലൂടെയാണ് ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ ഫ്രണ്ടിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഡിലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? ഫസ്റ്റ് വന്നിട്ടുള്ള ഈ 10-നെ ഡിലീറ്റ് ചെയ്യുന്നു, 20-നെ ഡിലീറ്റ് ചെയ്യുന്നു, 30-നെ ഡിലീറ്റ് ചെയ്യുന്നു, 40-നെ ഡിലീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഡിലീറ്റ് ചെയ്ത് പോവാം. അപ്പൊ അതിന്റെ അൽഗോരിതം നോക്കിക്കോ. ഇഫ് ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ -1 ആണോ? -1 ആണെങ്കിൽ അതെന്താണ്? empty ആണ്. അല്ലെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ്, അവിടെ കൊടുത്തത് എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ കൊടുത്താൽ മതി. വാല്യൂ = Q(front). Q(0)ലുള്ള വാല്യൂവിനെ എന്ത് ചെയ്യുക? ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്ത ശേഷം നേരെ എങ്ങോട്ടേക്ക് പോകുന്നു? 0 ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടേക്കാണ് പോവുക? 1-ലോട്ടാണ് പോവുക. ഓക്കെ, ഇനി 1-ലോട്ട് പോയിട്ട് എന്ത് ചെയ്യുന്നു? 1-ലുള്ള വാല്യൂ 10 ആണെങ്കിൽ 10 = Q(1). ദെൻ വീണ്ടും താഴോട്ടേക്ക് Q(2) ഡിലീറ്റ് ആവുന്നു, Q(3) ഡിലീറ്റ് ആവുന്നു, Q(4) ഡിലീറ്റ് ആവുന്നു. അങ്ങനെ ലാസ്റ്റ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡിലീറ്റ് ചെയ്യാൻ ഒന്നുമില്ല. അപ്പൊ എന്താവുന്നു? അണ്ടർഫ്ലോ ഒക്കർ ചെയ്യുന്നു. ഈ എവിടെയാണ് ഡിലീഷനിൽ എന്താണോ നടക്കുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എവിടെ നടക്കുക?
ഇൻസേർഷനിൽ എന്താണോ നടക്കുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എവിടെ നടക്കുക, ഡിലീഷനിൽ നടക്കുക. ഓക്കെ ആണോ? ഓക്കെ ആണോടാ? ഇൻസേർഷനും ഡിലീഷനും അപ്പുറത്തേന്റെ നേരെ ഓപ്പോസിറ്റ്. ആ രണ്ട് അൽഗോരിതം അതേപോലെ ബൈഹാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ബൈഹാർട്ട് ചെയ്യാൻ, മനസ്സിലാക്കി എടുക്കാൻ പറ്റുക മനസ്സിലാക്കി എടുക്കാം. മനസ്സിലാക്കി എടുക്കാൻ ഒന്നുമില്ല, അപ്പുറത്ത് റിയർ പ്ലസ് ആവുന്നു, ഇപ്പുറത്ത് റിയർ മൈനസ് 1 ആവുന്നു. പ്ലസ് മൈനസ് പ്ലസ് മൈനസ് ആ രീതിയിൽ മാത്രമാണ് പോകുന്നത്. ഒരു ദിക്കിൽ വാല്യൂസ് ഈക്വൽ ടു ക്യൂ ഓഫ് ഇൻഡെക്സ് നമ്പർ ആണെങ്കിൽ മറ്റടുത്ത് ക്യൂ ഓഫ് ഇൻഡെക്സ് നമ്പർ ഈക്വൽ ടു വാൽ ആയിരിക്കും. ആ രീതിയിലാണ് പോകുന്നത്. ഓക്കെ അല്ലേ? അവന്തിക? യെസ് മിസ്. ഓക്കെ, ശ്രദ്ധിക്കണം. ഉറപ്പായിട്ടും ഇതുപോലത്തെ ഫിഗേഴ്സ് വരച്ചു വെച്ചാൽ മാത്രമേ നിങ്ങളുടെ വാല്യുവേഷനിൽ നോക്കുന്ന ടീച്ചേഴ്സിന് നിങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും അറിവുണ്ട് എന്ന് അവർ ഐഡന്റിഫൈ ചെയ്യുള്ളൂ. അപ്പൊ ഫ്രണ്ടും റിയറും ആയി, ക്യൂവും സ്റ്റാക്കും ആയി. ഇനി നമുക്ക് ഇതേ ക്യൂ പോലെ തന്നെ വേറൊരു സാധനമുണ്ട്, സർക്കുലാർ ക്യൂ. സർക്കുലാർ ക്യൂ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ ക്യൂവില്, ഇതാണ് എൻ്റെ ക്യൂ, ഇതാണ് എൻ്റെ ക്യൂ. ഈ ഒരു ക്യൂവില് 10, 20 അതേപോലെ തന്നെ 30, 40 ഇതേപോലെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്തൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിലീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. 10 ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. 10 ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്താണ്, ഈ 10ന്റെ സ്പേസ് ഫ്രീ ആ. പിന്നെ 20 ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 20യുടെ സ്പേസ് ഫ്രീ ആ. പക്ഷെ എനിക്ക് ഇതുവഴി എലമെന്റ്സിനെ എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ? പറ്റൂല. പിന്നെ 30 ഡിലീറ്റ് ആകുന്നു, 40 ഡിലീറ്റ് ആകുന്നു. അപ്പൊ അത് അതിന്റെ ഒരു ഡ്രോബാക്ക് ആണ്. അപ്പം ഈ ക്യൂവിന്റെ ഡ്രോബാക്ക് ഒക്കെ സോൾവ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതിയ മെത്തേഡാണ് സർക്കുലാർ ക്യൂ എന്ന് പറയുന്നത്. ക്യൂവിന്റെ ഡ്രോബാക്ക് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതിയ മെത്തേഡാണ് ഏത്? സർക്കുലാർ ക്യൂ. ആ സർക്കുലാർ ക്യൂ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇവിടെ കണ്ടിട്ടുള്ള ഈ ഒരു സർക്കുലാർ ഫിഗർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, സ്റ്റാർട്ട് ചെയ്ത് നോക്ക്. ഫിഗർ കാണിച്ചു തരാം. നമ്മൾ പറഞ്ഞു നോർമൽ ക്യൂവില് മുന്നിൽ എവിടെയെങ്കിലും സ്പേസ് ഉണ്ടെങ്കിൽ പോലും അവിടെ എന്ത് ചെയ്യാൻ പറ്റൂല, പുതിയ ഡാറ്റയോ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന ഒരു മെത്തേഡാണ് ഏത്? സർക്കുലാർ ക്യൂ. ആ ഡ്രോബാക്സ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പുതിയ മെത്തേഡാണ് സർക്കുലാർ ക്യൂ. അപ്പൊ സർക്കുലാർ ക്യൂ വരുന്നത് ഇങ്ങനെയാണ്, നോക്കിക്കോ. എന്റെ സർക്കുലർ ക്യൂവില് ലാസ്റ്റ് പൊസിഷൻ കഴിഞ്ഞാല്, ഒരു പൊസിഷൻ കഴിഞ്ഞാല് വീണ്ടും അതിലോട്ട് എന്തുണ്ടാവും? ഒരു കണക്ഷൻ ഉണ്ടാവും. ഇതാ കണക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇതൊരു സർക്കിൾ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ സർക്കിൾ ആയിട്ട് വർക്ക് ചെയ്യുന്നോണ്ട് തന്നെ ഇപ്പൊ നോർമൽ ഫിഫോ തന്നെയാണ് പ്രിൻസിപ്പിള്. ഫസ്റ്റ് വരുന്ന ആള് ഫസ്റ്റ് ഔട്ട് ആവുന്നു. പക്ഷെ ഒരാള് ഫ്രണ്ടിലൂടെ ഡിലീറ്റ് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? റിയറിലൂടെ പുതിയ ഡാറ്റേനെ ചേർത്തിട്ട് അത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആ മുന്നിലുള്ള സ്പേസ് തന്നെ ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഫില്ല് ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ മെമ്മറി എഫിഷ്യൻസി. അതായത് മെമ്മറി നമ്മൾ ചുമ്മാ പാഴാക്കാതെ നമുക്ക് ആവശ്യത്തിനുള്ള മെമ്മറി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നു? യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു.
ഓക്കെ, അപ്പം നോർമൽ ക്യൂല് നമ്മൾ പോകുന്ന പോലെ തന്നെയാണ് ഇവിടെ പോകുന്നത്. ഒരു ഫ്രണ്ട്, ഒരു റിയർ. ഫ്രണ്ടും ഉണ്ട്, അതേപോലെ തന്നെ റിയറും ഉണ്ട്. ഫ്രണ്ട് എന്ന് പറയുന്നത് എന്തിനാണ്? ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റിയർ എന്ന് പറയുന്നത് എന്തിനാണ്? പുതിയ ഡാറ്റേനെ, എലമെന്റിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ സർക്കുലർ ക്യൂല് വരുന്ന രണ്ട് ഓപ്പറേഷൻ ആണ് NQ ആൻഡ് DQ. NQവും അതേപോലെ തന്നെ DQ, ഈ രണ്ട് ഓപ്പറേഷൻസ് ആണ് സർക്കുലർ ക്യൂല് വരുന്നത്. അപ്പം എങ്ങനെയാണ് NQ ഓപ്പറേഷൻ വർക്ക് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, എൻ്റെ ക്യൂ എന്ന് പറയുന്നത് ഫുൾ ആണോ എന്ന് നോക്കാം. ക്യൂ എന്ന് പറയുന്നത് എന്താക്കുക, ഫുൾ ആണോ എന്ന് നോക്കാം. ഓക്കെ, ഫുൾ ആണോ എന്ന് നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എൻ്റെ സൈസ് ഗ്രേറ്റർ ദാൻ എന്താണോന്ന്, അല്ലെങ്കിൽ ലെസ് ദാൻ ഞാനിപ്പോൾ ഉള്ള റിയർ ആണോ എന്ന് നോക്കാം. ഫുൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റിയർ പ്ലസ് 1 ആക്കി മാറ്റണം. ഇവിടെ ഫുൾ അല്ല, ഫുൾ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? റിയർ പ്ലസ് ആക്കി മാറ്റണം. എന്നിട്ട് അവിടെ എന്ത് ചെയ്യണം? 0th ഇൻഡെക്സിലോട്ട് 10 പറയുന്ന ഒരു ഡാറ്റേനെ ആഡ് ചെയ്തു. ഫുൾ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? റിയർ പ്ലസ് 1 ആക്കി മാറ്റണം. എന്നിട്ട് ആ 0th ഇൻഡെക്സിലോട്ട് എന്ത് ചെയ്യുന്നു? 10 പറയുന്ന ഒരു ഡാറ്റേനെ ആഡ് ചെയ്തു. അതാണ് NQ എന്ന് പറയുന്ന ഓപ്പറേഷൻ. ഓക്കെ, ഇനി വീണ്ടും എന്താവുന്നു? സൈസ് ചെക്ക് ചെയ്യുന്നു, റിയർ പ്ലസ് 1 ആവുന്നു, 20 എന്ന് പറഞ്ഞ ഡാറ്റ ചേർക്കുന്നു, 30 ചേർക്കുന്നു, 40 ചേർക്കുന്നു. റിയർ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. റിയർ ഇങ്ങോട്ട് പോവും, ദെൻ റിയർ ഇങ്ങോട്ട് പോവും, റിയർ ഇങ്ങോട്ട് പോവും, ദെൻ 50-ൽ പോവും, 16-ൽ പോവും, 17-ൽ പോവും. ഇങ്ങനെ റിയർ എന്ത് ചെയ്യും? മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഫ്രണ്ട് എൻഡിലൂടെ തന്നെയാണ് ഡിലീറ്റ് ചെയ്യുന്നത്. റിയറിലൂടെ ഇൻസേർട്ട് ചെയ്തു, ഫ്രണ്ടിലൂടെ എന്ത് ചെയ്തു? റിയർ ഇങ്ങനെയാണ് വരുന്നത്. റിയറിലൂടെ ഇൻസേർട്ട് ചെയ്തു, ഇനി ഫ്രണ്ടിലൂടെ ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ക്യൂ എംപ്റ്റി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ക്യൂ എംപ്റ്റി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. എംപ്റ്റി അല്ല എങ്കിൽ 10-നെ ഞാൻ എന്ത് ചെയ്തു? ഡിലീറ്റ് ചെയ്തു. എൻ്റെ ഫ്രണ്ട് നേരെ അടുത്തതിലോട്ട് പോയി. എംപ്റ്റി അല്ലെങ്കിൽ ആരെ ഡിലീറ്റ് ചെയ്തു? ഫ്രണ്ടിനെ ഡിലീറ്റ് ചെയ്തു. ഫ്രണ്ട് തൊട്ടപ്പുറത്തോട്ട് പോയി. അടുത്ത 20-നെ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഈ സമയത്ത് എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഫ്രണ്ട് ഇപ്പുറത്തോട്ട് പോയാൽ എനിക്ക് ഇവിടത്തോട്ട് ആരെ ആഡ് ചെയ്യാം? റിയറിനെ ആഡ് ചെയ്യാം. അങ്ങനെ റിയറിനെ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ എന്തുണ്ട്? സ്പേസ് അവൈലബിൾ ആണ്. സ്പേസ് ഒന്നും ഫ്രീ ആയിട്ട് കിടക്കുന്നില്ല. ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ ഫ്രണ്ട് ഇപ്പുറത്ത് പോകുന്നതിനനുസരിച്ച് റിയർ എന്ത് ചെയ്യും? ഇങ്ങനെ സർക്കുലാർ മാനറിൽ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. പക്ഷെ മറ്റടുത്ത് എന്താ? ഇങ്ങനെയാണ് നിൽക്കുന്നത്, സർക്കുലാർ ഒന്നല്ല. ഒരു ദിക്കിലൂടെ റിയറിൽ ഇൻസേർട്ട് ചെയ്യുന്നു, മറ്റൊരു ദിക്കിലൂടെ ഫ്രണ്ടിൽ എന്ത് ചെയ്യുന്നു? ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, പക്ഷെ സർക്കുലാറിൽ എന്താ? ഫ്രണ്ട് അപ്പുറത്തോട്ട് പോയാൽ റിയർ അതിന്റെ തൊട്ടിപ്പുറത്ത് വരും. അപ്പം അതൊരു സർക്കുലർ ഫ്ലോയില് പോകുന്നോണ്ട് തന്നെ അവിടെ നമുക്ക് മെമ്മറി സ്പേസ് ഒന്നും വേസ്റ്റ് ആവുന്നില്ല. ആവശ്യത്തിനുള്ള മെമ്മറി ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. എല്ലാ സ്പേസും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ട്. അതിനുവേണ്ടി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ക്യൂവിന്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതിയ ഡാറ്റ സ്ട്രക്ചർ ആണ്, അല്ലെങ്കിൽ മെത്തേഡ് ആണ് സർക്കുലർ ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇപ്പൊ ലീനിയർ ക്യൂല് നമ്മൾ ഡാറ്റേനെ ഡിലീറ്റ് ചെയ്താലും നമുക്ക് പിന്നീട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂല? ആ ഒരു സ്ഥലം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂല. ചോദിക്കും അഡ്വാൻറ്റേജസ് ഓർ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ലീനിയർ ക്യൂ, അല്ലെങ്കിൽ എന്തിനാണ് സർക്കുലർ ക്യൂ ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്? ഉറപ്പായിട്ടും ഇതാണ് അവിടെ ആൻസർ. ലീനിയർ ക്യൂല് ഡാറ്റ ഡിലീറ്റ് ചെയ്താലും ആ സ്ഥലം നമുക്ക് പിന്നീട് യൂസ് ചെയ്യാനൊന്നും പറ്റൂല. പക്ഷെ സർക്കുലർ ക്യൂല് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? എന്തെങ്കിലും സ്പേസ് ഒഴിവുണ്ടെങ്കിൽ ആ സ്ഥലത്തോട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പുതിയ ഡാറ്റേനെ ചേർക്കാൻ വേണ്ടി പറ്റും, ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, അതായത് ട്രാഫിക് മാനേജ്മെന്റ്, അതേപോലെ തന്നെ സിസ്റ്റം റിസോഴ്സ് ഷെഡ്യൂളിംഗ് എന്നൊക്കെ പറഞ്ഞ് CPU ഷെഡ്യൂളിംഗ് എന്നൊക്കെ പറഞ്ഞ് കുറെ പഠിക്കാനുണ്ട്.
കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടാവും. ആ CPU ഷെഡ്യൂളിങ്ങിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഏത്? സർക്കുലാർ ക്യൂ എന്ന് പറയുന്നത്. ഒന്നും വേണം, നിങ്ങളിപ്പോ ഒരു ട്രാഫിക് സിഗ്നല് അത് മാത്രം ആലോചിച്ചു നോക്കും. ഒരു ട്രാഫിക് സിഗ്നലില് ഇപ്പൊ ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞാൽ വീണ്ടും എങ്ങോട്ടേക്ക് പോകുന്നു? ഗ്രീനിലോട്ട് തന്നെ വരികയാണ്. പിന്നെയും ഗ്രീൻ യെല്ലോ റെഡ്, ഗ്രീൻ യെല്ലോ റെഡ്, ഇങ്ങനെ സർക്കുലാർ മാനറിൽ ഇത് എന്ത് ചെയ്യാണ്? കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ? അപ്പൊ അവിടെ ഒരിക്കലും ആ ഒരു സ്പേസ് ഫ്രീ ആവുന്നില്ല. അതേപോലെ തന്നെയാണ് സർക്കുലാർ ക്യൂവും വരുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ഡാറ്റ സ്ട്രക്ചർ ആണ് ലിങ്ക്ഡ് ലിസ്റ്റ്. ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഡാറ്റ എലമെന്റ്സിനെ ഇതേപോലെ തന്നെ ലോജിക്കലി അറേഞ്ച് ചെയ്തിട്ട് സെറ്റ് ആക്കി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ് ഏത്? ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഒരു അറേയില് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരുപാട് ക്ലോസ് ആയിട്ടൊന്നും ആയിരിക്കില്ല നമ്മൾ മെമ്മറി വെക്കുന്നുണ്ടാവാം. ചിലപ്പോ ഒരു 5 മെമ്മറി വെക്കും, പിന്നെ ഒരു 10ാമത്തെ മെമ്മറി എടുത്തു കഴിഞ്ഞിട്ടായിരിക്കും. അങ്ങനെ തോന്നുന്ന പോലെയൊക്കെ നമ്മൾ മെമ്മറി വെക്കുന്നുണ്ടാവാം. പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഓരോ ഡാറ്റ എലമെന്റിനും ഓരോ മെമ്മറി വെച്ചിട്ട് മെമ്മറി അഡ്രസ് വെച്ച് ലിങ്ക് ചെയ്യിക്കുകയാണ്. ലിങ്ക് ആണ് നടക്കുന്നത്, കണക്ഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, ഇവിടെ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് നോഡ്സ് ആണ്. നോഡ്സിന്റെ കളക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയാ. കളക്ഷൻ ഓഫ് നോഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഓരോ നോഡിലും 2 പാർട്സ് ഉണ്ടാവാം. ഒരു നോഡില് 2 പാർട്ട് ഉണ്ടാവും, അടുത്ത നോഡില് 2 പാർട്ട് ഉണ്ടാവും. അങ്ങനെ ഓരോ നോഡിലും എത്ര പാർട്ട് വെച്ചിട്ടുണ്ടാവും? 2 പാർട്ട് വെച്ചിട്ടുണ്ടാവും. ഏതൊക്കെയാണ് 2 പാർട്ട്? ഒന്നാമത്തെ പാർട്ട് നോക്കിക്കോ, ഫിഗർ നോക്കിക്കോ, ഡാറ്റ പാർട്ട്. ഒന്നാമത്തെ പാർട്ടിനെയാണ് നമ്മൾ എന്ത് പാർട്ട് എന്ന് പറയുന്നത്? ഡാറ്റ പാർട്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അഡ്രസ് പാർട്ട് എന്ന് പറയുന്നത്. ഒന്നാമത്തെ പാർട്ടാണ് ഡാറ്റ പാർട്ട്, രണ്ടാമത്തെ പാർട്ടാണ് ഏത്? അഡ്രസ് പാർട്ട്. ഓക്കെ, ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൽ 2 പാർട്ടാണ് ഉള്ളത്. ഫസ്റ്റ് പാർട്ട് ഡാറ്റയും സെക്കൻഡ് പാർട്ട് ഏതുമാണ്? അഡ്രസ് പാർട്ടും ആണ്. അപ്പൊ ഡാറ്റ പാർട്ട് എന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിൽ ഉണ്ടാവുക വാല്യൂ ആയിരിക്കും. നമുക്ക് ആരെയാണോ ഇവിടെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, ആ പ്രൊട്ടക്ട് ചെയ്യേണ്ട സെക്യൂർ ആക്കി വെക്കേണ്ട ആ വാല്യൂ ആണ് ഏത് പാർട്ടിൽ ഉണ്ടാവുക? ഈ ഡാറ്റ പാർട്ടിൽ ഉണ്ടാവുക. ഇനി അടുത്തത് ഈ അഡ്രസ് പാർട്ട് എന്ന് വെച്ചാല് അടുത്ത നോഡിനെ കണക്ട് ചെയ്യാൻ വേണ്ടി, അടുത്ത നോഡിന്റെ മെമ്മറി അഡ്രസ്സിനെ പോയിന്റ് ചെയ്യാൻ വേണ്ടി ഒരു പോയിന്റർ ആയിട്ടാണ് അഡ്രസ് പാർട്ട് യൂസ് ചെയ്യുന്നത്. തൊട്ടടുത്തുള്ള നോഡിന്റെ മെമ്മറി അഡ്രസ്സിനെ പോയിന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഏത് പാർട്ട്? അഡ്രസ് പാർട്ട്. അടുത്ത നോഡ് എവിടെയാ ഉള്ളത്, അതിന്റെ മെമ്മറി അഡ്രസ് എന്താണ്, അതിനെ പോയിന്റ് ചെയ്യാം. ഓക്കെ, ഇനി ഈ ലിങ്ക്ഡ് ലിസ്റ്റില് മെയിൻ ആയിട്ട് 2 പോർഷൻസ് ഉള്ളതെന്ന് പറഞ്ഞു. ഡാറ്റ പാർട്ടും അഡ്രസ് പാർട്ടും. അതിൽ ഈ ഡാറ്റ പാർട്ടും അഡ്രസ് പാർട്ടും രണ്ടും കൂടിയതിനെ നമ്മള് നോഡ് അല്ലെങ്കിൽ ഹെഡ് എന്ന് വിളിക്കും. ഈ രണ്ടും കൂടിയത് നമ്മൾ എന്തെന്ന് വിളിക്കും? നോഡ് ഓർ ഹെഡ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി നോഡ് എന്ന് വെച്ചാൽ എന്താണ്? ഡാറ്റയും അടുത്ത നോഡിലേക്കുള്ള ലിങ്കും, അത് രണ്ടും കൂടി കൂടിയതിനാണ് നമ്മൾ നോഡ് എന്ന് പറയുക. അതേപോലെ തന്നെ അഡ്രസ് പാർട്ട് എന്ന് വെച്ചാൽ അടുത്തതിന്റെ അഡ്രസ് പോയിന്റ് ചെയ്യാൻ, ഡാറ്റ പാർട്ട് എന്ന് വെച്ചാൽ ആ വാല്യൂനെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഈ ലിങ്ക്ഡ് ലിസ്റ്റ് നമ്മൾ ഇങ്ങനെ ചെയിൻ പോലെ പോവാണ്. അങ്ങനെ ലാസ്റ്റ് ലിങ്ക്ഡ് ലിസ്റ്റ് ഒരു സ്ഥലത്ത് എത്തുമ്പോൾ എന്തുണ്ടാവും? അഡ്രസ് ഇല്ലാതിരിക്കും. തൊട്ടപ്പുറത്ത് നോഡ് ഇല്ല. നോഡ് ഉണ്ടെങ്കിലല്ലേ അതിന്റെ അഡ്രസ് ഇവിടെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പൊ അങ്ങനെ അഡ്രസ് ഇല്ലാതെ ഇരിക്കുന്ന ആ ഒരു പോർഷനെ, ആ ഒരു പാർട്ടിനെ നമ്മള് നൾ പോയിന്റർ എന്ന് പറയും. അഡ്രസ് ഇല്ലാതെ ഇരിക്കുന്ന ലിങ്ക്ഡ് ലിസ്റ്റില് ഇങ്ങനെ ചെയിൻ പോലെ പോയി അങ്ങനെ പോയി അവസാനം അഡ്രസ് ഇല്ലാതിരിക്കുന്ന ആ ഒരു നോഡിനെ നമ്മൾ എന്തെന്ന് പറയും?
ആ ഒരു നോഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, നൾ പോയിന്റർ എന്ന് പറയുന്നത്. ആ ഭാഗം നൾ ആയിരിക്കും. ഇനി ലിങ്ക്ഡ് ലിസ്റ്റ് നമുക്ക് 2 ടൈപ്പ് ലിങ്ക്ഡ് ലിസ്റ്റ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ആണ് സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ്. സെക്കൻഡ് വൺ ആണ് ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ്. സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റും അതേപോലെ തന്നെ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റും. സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാല് ഒന്നുമില്ല, ഇവിടെ തന്നേക്കുന്ന ഈ എക്സാമ്പിൾ തന്നെയാണ് സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ്. ഓരോ നോഡും അടുത്തതിന്റെ അഡ്രസ്സിലോട്ട് പോയിന്റ് ചെയ്ത് പോകുന്നു. ഓരോ നോഡും എന്ത് ചെയ്യാണ്, അടുത്തതിന്റെ അഡ്രസ്സിലോട്ട് പോയിന്റ് ചെയ്ത് പോവാണ്. അതിനാണ് എന്തെന്ന് പറയാ, സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാല് ഫിഗർ കാണിച്ചുതരാം. ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഫിഗർ ആണ്, നോക്കിക്കോ. നമ്മളെ സർക്കുലർ ക്യൂല് പറഞ്ഞ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ടാവും, കണക്ഷൻ ഉണ്ടാവും. ഇവിടെ ഒരു ഹെഡ് പാർട്ട് ഉണ്ടാവും. ഇനി ഇവിടെ എന്തുണ്ടാവും, ഒരു നോഡ് ഉണ്ട്. ആ നോഡിൽ നിന്നും അങ്ങോട്ട് കണക്ഷൻ പോകുന്നു, തിരിച്ച് ഇങ്ങോട്ടും കണക്ഷൻ പോകുന്നു. അങ്ങോട്ട് കണക്ഷൻ പോകുന്നു, തിരിച്ച് ഇങ്ങോട്ടും കണക്ഷൻ പോകുന്നു. ഒരു ഡാറ്റ പാർട്ട്, ഒരു നെക്സ്റ്റ് നോഡിന്റെ പാർട്ട്, ഒരു പ്രീവിയസ് നോഡിന്റെ പാർട്ട്. വീണ്ടും പ്രീവിയസ് നോഡ്, ഡാറ്റ, നെക്സ്റ്റ് നോഡ്. നെക്സ്റ്റ് നോഡ് ഇവിടെ ഇല്ല, ഇവിടെ എന്തായിട്ട് വരും, നൾ പോയിന്റർ ആയിട്ട് വരും. ഓക്കെ, ഇതാണ് ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ്. ഒരു പ്രീവിയസ് നോഡിന്റെ പാർട്ട് ഉണ്ടാവും, ഡാറ്റ ഉണ്ടാവും, അതേപോലെ തന്നെ നെക്സ്റ്റ് നോഡ് ഉണ്ടാവും. വീണ്ടും പ്രീവിയസ് നോഡ്, ഡാറ്റ, നെക്സ്റ്റ് നോഡ്. ഓക്കെ, പ്രീവിയസ് എന്ന് വെച്ചാൽ തൊട്ട് മുമ്പത്തെ നോഡിലോട്ടുള്ള ലിങ്ക്. ഡാറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്ത നോഡിലേക്കുള്ള ലിങ്ക്. അങ്ങനെയാണ് എന്ത് ഉണ്ടാവുക, ഒരു ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ടാവുക. അപ്പൊ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് നോർമൽ ഉള്ള ലിങ്ക്ഡ് ലിസ്റ്റിൽ നിന്നും ഡിഫറെന്റ് ആണ്. കാരണം അവിടെ എന്താണ്, ബൈ ഡയറക്ഷണൽ ട്രാവേഴ്സിംഗ് ആണ് നടക്കുന്നത്. അങ്ങോട്ടേക്കും ട്രാവേഴ്സിംഗ് നടത്താം, ഇങ്ങോട്ടും ട്രാവേഴ്സിംഗ് നടത്താം. രണ്ട് സ്ഥലത്തോട്ടും ഈക്വൽ ആയിട്ട് പോവാൻ വേണ്ടി പറ്റുന്നതിനെയാണ് ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഓരോ നോഡിനും 3 പോർഷൻസ് ഉണ്ടാവും. ഒന്ന് പ്രീവിയസ് നോഡ്, ഒന്ന് വാല്യൂ, ഒന്ന് നെക്സ്റ്റ് നോഡ്. ഓക്കെ, അപ്പം രണ്ട് സൈഡിലേക്കും ബൈ ഡയറക്ഷണൽ ആയിട്ട് സഞ്ചരിക്കുന്ന, ഫോർവേഡും പോവാം അതേപോലെ തന്നെ ബാക്ക്വേർഡും പോവാം. അപ്പം ആദ്യ നോഡ് എന്ന് പറയുന്നത് പ്രീവിയസ് നോഡിൽ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് എന്തായിരിക്കും, നള്ളായിരിക്കും. ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ദെൻ എന്തുണ്ട്, വാല്യൂ ഉണ്ട്. വാല്യൂ കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ്. ആ രീതിയിലാണ് ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് പോവാം. നമ്മുടെ സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റിൽ നമുക്ക് 2 പാർട്ടേ ഉള്ളൂവെങ്കിൽ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റിൽ എത്ര പാർട്ട് ഉണ്ട്, 3 പാർട്ട് ഉണ്ട്. ഇനി ഈ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഓപ്പറേഷൻസ്. പിന്നെ സർക്കുലാർ ലിങ്ക്ഡ് ലിസ്റ്റും കൂടി ഉണ്ട്. നിങ്ങൾക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. സർക്കുലാർ ലിങ്ക്ഡ് എന്ന് വെച്ചാൽ നമ്മൾ സർക്കുലാർ ക്യൂ പോലെ തന്നെ ലാസ്റ്റത്തെ നോഡ് വീണ്ടും എങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യുന്നു, ആദ്യത്തെ നോഡിലോട്ട് പോയിന്റ് ചെയ്യുന്നു. ഇങ്ങനെ നോക്കിക്കോ, ഇതാണ് എൻ്റെ ഒരു നോർമൽ ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പൊ ലാസ്റ്റത്തത് എങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യുന്നു, ഫസ്റ്റിലോട്ട് പോയിന്റ് ചെയ്യുന്നു. അതാണ് സർക്കുലാർ ലിങ്ക്ഡ് ലിസ്റ്റ്. ഇവിടെ നൾ ഉണ്ടാവൂല. ഇത് എങ്ങോട്ടേക്കാണ് പോയിന്റ് ചെയ്യുക, ഈ ഒരു
ഫസ്റ്റ് നോഡിലോട്ടാണ് പോയിന്റ് ചെയ്യുക. അതിനാണ് നമ്മൾ എന്തെന്ന് പറയാ, സർക്കുലാർ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഒരു ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ക്രിയേഷനും ട്രാവേഴ്സിങ്ങും ഇൻസേർഷനും ഡിലീഷനും അതിന്റെ അൽഗോരിതം. അൽഗോരിതം എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വേർഡ് ആയിട്ടും എഴുതാം, കുഴപ്പമില്ല. ഓപ്പറേഷൻസ് ഓൺ എ ലിങ്ക്ഡ് ലിസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ നിങ്ങളോട് ഇൻസേർഷൻ ഡിലീഷൻ മാത്രമായിട്ട് ചോദിക്കാം, സെർച്ചിങ് മാത്രമായിട്ട് ചോദിക്കാം, ട്രാവേഴ്സിങ് മാത്രമായിട്ട് ചോദിക്കാം, എങ്ങനെയും ചോദിക്കാം. ഫസ്റ്റ് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് എന്ത് ചെയ്യാണ്, സ്റ്റെപ്പ് 1 ക്രിയേറ്റ് എ നോഡ് ആൻഡ് ഒബ്റ്റെയിൻ ഇറ്റ്സ് അഡ്രസ്. ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിന്റെ അഡ്രസ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇതിനെ നമ്മൾ ഹെഡ് എന്ന് പറയും. ഓക്കെ, ഈ ഹെഡിൽ നിന്നും എങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യുന്നു, പുതിയൊരു നോഡിലോട്ട് പോയിന്റ് ചെയ്യുന്നു. സ്റ്റോർ ഡാറ്റ ആൻഡ് നൾ ഇൻ ദ നോഡ്. ഇവിടെ ഡാറ്റ സ്റ്റോർ ചെയ്തു. ഇനി ഫസ്റ്റ് നോഡിലോട്ട് പോവാണ്. ഫസ്റ്റ് നോഡിലോട്ട് എന്ത് പോവാണ്, ഇതിന്റെ അഡ്രസ്. ഇതിന്റെ അഡ്രസ് എത്രയാണ്, 100, വാല്യൂ 10. ഇനി അടുത്തതിന്റെ അഡ്രസ് 200, അതില് വാല്യൂ 20. നെക്സ്റ്റിന്റെ അഡ്രസ് 300. ലാസ്റ്റ് എക്സ് എന്ന് പറയുമ്പോൾ നൾ പോയിന്റർ. ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ക്രിയേറ്റ് ചെയ്യാനുള്ള അൽഗോരിതം ഇങ്ങനെയാണ് വരിക. ക്രിയേറ്റ് എ നോഡ് ആൻഡ് ഒബ്റ്റെയിൻ ഇറ്റ്സ് അഡ്രസ്. ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിലൊരു അഡ്രസ് കൊടുക്കുന്നു. സ്റ്റോർ ഡാറ്റ ആൻഡ് നൾ ഇൻ ദ നോഡ്. ഒരു ഡാറ്റേനെ നള്ളായിട്ട് ഈ നൾ നോഡിലോട്ട് ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യുന്നു. ഇനി ഫസ്റ്റ് നോഡില് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ ആര് അഡ്രസ് ആണ് വരിക, ഈ സ്റ്റാർട്ടിന്റെ അഡ്രസ് ഫസ്റ്റ് നോഡിലോട്ട് പോവാണ്. ഈ കാണുന്ന അഡ്രസ് ആണ് പറയണേ, ഈ കാണുന്ന അഡ്രസ് അല്ല. ഇനി ഈ ഫസ്റ്റ് നോഡ് ആ നോഡിന്റെ അഡ്രസ് കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, തൊട്ട് പ്രീവിയസ് നോഡിന്റെ അഡ്രസ് ഫസ്റ്റ് നോഡിലോട്ട് ലിങ്ക് ചെയ്യുന്നു. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ആവുന്നു. ഫസ്റ്റ് നോഡിന്റെ അഡ്രസ് വീണ്ടും നെക്സ്റ്റിലോട്ട് പോകുന്നു, വീണ്ടും അത് റിപ്പീറ്റ് ആവുന്നു. അങ്ങനെയാണ് ഒരു ലിങ്ക്ഡ് ലിസ്റ്റിലെ ക്രിയേഷൻ നടക്കുന്നത്. ഇത് ഇതുപോലെ വേർഡ്സിൽ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഒന്നും നോക്കുക, നിങ്ങൾക്ക് ഇതിന് 3 മാർക്ക് കിട്ടും. അത് ഞാൻ ഉറപ്പ് പറയാണ്, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ഒരു ഫിഗർ കൂടെ നിങ്ങൾ ആഡ് ചെയ്യണം. നമ്മൾ വേർഡ്സിൽ എഴുതുമ്പോൾ അതിന്റെ എങ്ങനെയാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫിഗർ വരുന്നതെന്നും കൂടി നിങ്ങൾ ആഡ് ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ്, ട്രാവേഴ്സിംഗ് എ ലിങ്ക്ഡ് ലിസ്റ്റ്. ട്രാവേഴ്സിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ എല്ലാ നോഡിനെയും വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാ എലമെന്റിനെയും വിസിറ്റ് ചെയ്യുക. അതിനെയാണ് നമ്മൾ ട്രാവേഴ്സിംഗ് എന്ന് പറയുന്നത്. എല്ലാ എലമെന്റിനെയും വിസിറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയാ, ട്രാവേഴ്സിംഗ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ട്രാവേഴ്സിംഗ് ചെയ്യുമ്പം ഫസ്റ്റിന്റെ അഡ്രസ് സ്റ്റാർട്ടാണ്. അതിനെന്ത് ചെയ്യുന്നു, ടെമ്പററി ആയിട്ട് ഒരു വാരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു ടെമ്പററി വാരിയബിൾ യൂസ് ചെയ്തിട്ട് ഒന്നാമത്തെ നോഡിന്റെ അഡ്രസ് തേടി പോകുന്നു. യൂസിങ് ദ അഡ്രസ് ഇൻ ടെമ്പററി ഗെറ്റ് ദ ഡാറ്റ ഓഫ് ദ ഫസ്റ്റ് നോഡ് ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ വാൽ. ഇതിന്റെ ഫസ്റ്റ് നോഡിന്റെ അഡ്രസ് തേടി പോകുന്നു. എന്നിട്ട് ആ വാല്യൂ എന്ത് ചെയ്യാണ്, വാൽ എന്ന് പറയുന്ന വാരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, ഇനി വീണ്ടും തൊട്ടടുത്തതിന്റെ അഡ്രസ് ഇവിടെയുണ്ട്. ആ 200നെ ഒരു ടെമ്പററി വാരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ആ അഡ്രസ്സിലുള്ള വാല്യൂവിനെ കണ്ടുപിടിക്കുന്നു. എഗെയിൻ അടുത്തതിന്റെ പ്രീവിയസിന്റെ അഡ്രസ് 300 ആണ്. അതൊരു ടെമ്പിലോട്ട് സ്റ്റോർ ചെയ്തു, വാല്യൂ കണ്ടുപിടിച്ചു. ദെൻ 400 ആണ്, അത് ടെമ്പിലോട്ട് സ്റ്റോർ ചെയ്തു, വാല്യൂ കണ്ടുപിടിച്ചു. ഈ പ്രോസസ് ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഒരു ലിങ്ക്ഡ് ലിസ്റ്റിലെ എല്ലാ എലമെന്റിനെയും വിസിറ്റ് ചെയ്യുന്നതിനെയാണ് ട്രാവേഴ്സിംഗ് എ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ നോഡിനെയും നോഡ് ബൈ നോഡ് ഞാൻ എന്ത് ചെയ്യാണ്, വിസിറ്റ് ചെയ്യാണ്. ട്രാവേഴ്സിംഗ് എവിടെ കണ്ടാലും വിസിറ്റ് വിസിറ്റ് വിസിറ്റ്, ആ ഒരു പോയിന്റ് തലയിൽ കൊടുക്കുക, അത് അങ്ങനെ തന്നെ എഴുതുക. ട്രാവേഴ്സിംഗ് കഴിഞ്ഞാൽ നമ്മൾ നോഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ നോഡിലോട്ട് ട്രാവേഴ്സിംഗ് നടത്തി. ഇനി ഇൻസേർഷൻ എങ്ങനെയാണ് വരുന്നത്? ഇൻസേർഷൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെയാണ്. നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു, അഡ്രസ് സ്റ്റോർ ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഡാറ്റ പാർട്ടും ലിങ്ക് പാർട്ടും ഉണ്ട്. അതിൽ ഡാറ്റ പാർട്ടിലോട്ട് വാല്യൂ കൊടുക്കുന്നു, ലിങ്ക് പാർട്ടിലോട്ട് എന്ത് ചെയ്യാണ്, പ്രീവിയസ് നോഡിന്റെ അഡ്രസ് കൊടുക്കുന്നു. ആ പ്രോസസ്സ് എന്ത് ചെയ്യാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. അത് നിങ്ങളുടേതായ പോയിന്റ്സിൽ അതേപോലെ എഴുതിയാൽ മതി. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായാൽ മതി. ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ ആ നോഡിൽ ഒരു അഡ്രസ് സെറ്റ് ചെയ്യുന്നു,
ആ അഡ്രസ് ഫസ്റ്റ് നോഡിനെ മെൻഷൻ ചെയ്യുന്നു. ആ ഫസ്റ്റ് നോഡിൽ ഒരു വാല്യൂ കൊടുക്കുന്നു. ആ വാല്യൂവിന് ശേഷം അതിന്റെ ഫസ്റ്റ് നോഡിന്റെ അഡ്രസ് പാർട്ടിലോട്ട് സെക്കൻഡ് നോഡിന്റെ അഡ്രസ് ലിങ്ക് ചെയ്യുന്നു. വീണ്ടും ആ ഒരു പ്രോസസ് റിപ്പീറ്റ് ചെയ്യുന്നു. അത്രയും മാത്രമാണ് ഇൻസേർഷനിലും എഴുതാനുള്ളത്. ഇൻസേർഷൻ ഫിഗർ ഉണ്ട്. ഇതുപോലൊരു ഫിഗർ അവിടെ ജസ്റ്റ് ഒന്ന് വരച്ചു വെച്ചാൽ മതി. ഹെഡ് ടെമ്പററി വേരിയബിൾ ആയിട്ടൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ നോഡിനെ പുതിയൊരു നോഡിലെ പോയിന്റ് ചെയ്യാണ്. അത് വേറൊരു നോഡിനെ പോയിന്റ് ചെയ്യണം. അപ്പൊ ഇവിടെ ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാവേണ്ടതിന് പകരം ഇതിനെ പോയിന്റ് ചെയ്തിട്ടാണ് എങ്ങോട്ടേക്ക് കണക്ഷൻ ഉണ്ടാവുന്നത്? അടുത്തതിലോട്ട് കണക്ഷൻ ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ലിങ്ക്ഡ് ലിസ്റ്റില് ഇൻസേർഷൻ നടക്കുന്നത്. ഇനി ഡിലീഷൻ എന്ന് പറയുമ്പോ ഒന്നുമില്ല. ഫസ്റ്റ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത് ആരെയാണ്? എനിക്ക് ഏത് പൊസിഷനിലുള്ളതിനെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് മെൻഷൻ ചെയ്യുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യില്ല, ഓവർഫ്ലോയും അണ്ടർഫ്ലോയും അങ്ങനത്തെ യാതൊന്നുമില്ല. എനിക്ക് ഇടക്കുന്നാണ് ഡിലീറ്റ് ചെയ്യേണ്ടെങ്കിൽ എനിക്ക് ഇടക്കുന്ന ഡിലീറ്റ് ചെയ്യാം. ഇൻ ബിറ്റ്വീൻ ഏതിന്റെങ്കിലും ഫസ്റ്റ് നോഡിന്റെയും സെക്കൻഡ് നോഡിന്റെയും ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ എനിക്ക് ഡിലീറ്റ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പൊ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. എനിക്ക് അഡ്രസ്, ഏതിന്റെ അഡ്രസ്സാണ് എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്? ഇതിന്റെ അഡ്രസ്സാണ്. ഇവിടെ എനിക്ക് 300 ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? 200, ഇവിടെ 100, 200, 300. അപ്പൊ എനിക്ക് 200 ആണ് ഡിലീറ്റ് ചെയ്യേണ്ടതെങ്കിൽ, സോറി, 100, 200, 300. ഇനി 200 ആണ് എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ നിന്ന് 200 ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇങ്ങോട്ടേക്ക് കയറേണ്ട അഡ്രസ് ഏതിന്റെ ആയിരിക്കണം? 300 ആയിരിക്കണം. അപ്പൊ ഇതിനെയല്ലേ എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഡിലീറ്റ് ചെയ്യേണ്ട നോഡ് ഏതാണോ ആ നോഡിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. ആ നോഡിൽ നിന്നും ഏതാണ് അഡ്രസ് എന്ന് പോയിന്റ് ചെയ്തേക്കുന്നതിനെ ഒരു ടെമ്പററി വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ആ ടെമ്പററി വേരിയബിൾ അഡ്രസ്സിനെ ഞാൻ എന്ത് ചെയ്യാണ്? കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാണ്. ഡിലീറ്റ് ചെയ്ത ശേഷം ഫസ്റ്റ് നോഡും ഡിലീറ്റ് ചെയ്ത ശേഷം ഈ ഫസ്റ്റ് നോഡും ഡിലീഷന് ശേഷമുള്ള നോഡും തമ്മിൽ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഫസ്റ്റ് നോഡും ഡിലീഷന് ശേഷമുള്ള നോഡും തമ്മിൽ എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു? ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ലിങ്ക്ഡ് ലിസ്റ്റിൽ ഡിലീഷൻ നടക്കുന്നത്. നമ്മൾ ഇത്രയും സമയം പഠിച്ചത് സർക്കുലർ ക്യൂ ആയിക്കോട്ടെ, ക്യൂ ആയിക്കോട്ടെ, സ്റ്റാക്ക് ആയിക്കോട്ടെ, അതിലൊന്നും നമുക്ക് ഇടയ്ക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല എന്ന് പഠിച്ചു. പക്ഷെ ലിങ്ക്ഡ് ലിസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇടയിൽ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതില് മുന്നേ ഉള്ള ആ ഒരു നോഡിനെ പ്രീ നോഡ് എന്നും ഡിലീറ്റിന് ശേഷം വരുന്ന വേറൊരു നോഡ് ഉണ്ടല്ലോ, ഈ നോഡിനെ പോസ്റ്റ് നോഡ് എന്നും ഇതിനെ പ്രീ നോഡ് എന്നും പറയും. ഇതിനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രീ നോഡും പോസ്റ്റ് നോഡും തമ്മിൽ അവിടെ എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യും? ഒരു ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇതിന്റെ അഡ്രസ് ഇതിലോട്ട് പോയിന്റ് ചെയ്യും. അങ്ങനെയാണ് ലിങ്ക്ഡ് ലിസ്റ്റിൽ എന്ത് സംഭവിക്കുന്നത്? ഡിലീഷൻ സംഭവിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. മക്കളെ, ഉറപ്പായിട്ടും സ്റ്റാക്ക് ക്യൂ, സർക്കുലർ ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അൽഗോരിതം നിങ്ങൾ എന്തായാലും എങ്ങനെയാണെന്ന് വെച്ചാൽ ബൈ ഹാർട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് അതുപോലെ നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് വേർഡ്സിൽ എഴുതാം, ഒരു കുഴപ്പമില്ല ഇതുപോലെ വേർഡ്സിൽ എഴുതുന്നതിന്. പക്ഷെ വേർഡ്സിൽ എഴുതുമ്പോഴും ഈ ഫിഗർ വരച്ച് വെക്കണം എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. അതേപോലെ തന്നെ എക്സാമ്പിൾ സ്റ്റാക്ക് ക്യൂ ലിങ്ക് ലിസ്റ്റ് വരുമ്പോൾ എങ്ങനെയാണ് ഡബ്ല്യു ലിങ്ക് ലിസ്റ്റ്, എങ്ങനെയാണ് സിംഗിളി ലിങ്ക് ലിസ്റ്റ്, എങ്ങനെയാണ് സർക്കുലർ ക്യൂ, എന്താണ് സർക്കുലർ ക്യൂവിന്റെ അഡ്വാൻറ്റേജ്, എന്താണ് നോർമൽ ലീനിയർ ക്യൂവിന്റെ ഡിസഡ്വാൻറ്റേജ്, എത്ര ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവണം. ഇതിൽ ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ എസ്സേയും ഉണ്ടാവും. അതേപോലെ തന്നെ 6 മാർക്കാണ്, 6 to 8 മാർക്ക് വരെ ഇവിടെ എന്ത് വരാം? വെയിറ്റേജ് വരാൻ ചാൻസ് ഉണ്ട്.
കാരണം ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് ലൈഫ് ലോങ് CS നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ അറേ ആൻഡ് ലിങ്ക്ഡ് ലിസ്റ്റ്. അറേയും ലിങ്ക്ഡ് ലിസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. അറേ നമുക്കറിയാം ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചർ, സോറി, അറേ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഡാറ്റ സ്ട്രക്ചർ ആണ്. മിനിറ്റ്, അറേ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ ആണ്. ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പം നമുക്ക് എന്ത് വരും, അത് ലീനിയർ ഡാറ്റ സ്ട്രക്ചർ വരും. എങ്ങനെയാണ് ലിങ്ക് ലിസ്റ്റിൽ നമ്മൾ ലിങ്ക് ആക്കി വെക്കുന്നത്, എന്തൊക്കെ പാർട്ടാണ് ലിങ്ക് ലിസ്റ്റിൽ ഉണ്ടാവുക? ഒരു അഡ്രസ് പാർട്ട് ഉണ്ടാവും, ഒരു നോഡ് ഉണ്ടാവും, ഒരു അതായത് അല്ലെങ്കിൽ ഒരു വാല്യൂ ഉണ്ടാവും, ഒരു ഹെഡ് ഉണ്ടാവും, ഒരു നൾ പോയിന്റർ ഉണ്ടാവും. അങ്ങനെ ഒരു അഡ്രസ്സിൽ നിന്നും മറ്റൊരു അഡ്രസ്സിലോട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അഡ്രസ് ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ലിങ്ക്ഡ് ലിസ്റ്റിൽ ഡബ്ല്യു ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്, സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്. ഡബ്ല്യു ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് നൾ പോയിന്ററിൽ നിന്ന് വീണ്ടും എങ്ങോട്ടേക്ക് തന്നെയാണ് വരുന്നത്, ഫസ്റ്റത്തെ ലിങ്ക്ഡ് ലിസ്റ്റിലോട്ട് തന്നെയാണ് പോയിന്റ് ചെയ്യുന്നത്. ഇനി അരേ ആണ് പറയുന്നതെങ്കിൽ അരയിൽ എലമെന്റിനെ നമ്മൾ ആക്സസ് ചെയ്യുന്നത് സബ്സ്ക്രിപ്റ്റ് വെച്ചാണ്. പക്ഷെ ലിങ്ക്ഡ് ലിസ്റ്റിൽ നമ്മൾ എലമെന്റിനെ ആക്സസ് ചെയ്യുന്നത് അഡ്രസ് വെച്ചിട്ടാണ്. ലിങ്ക്ഡ് ലിസ്റ്റിൽ ഒരു ഫിക്സഡ് സൈസ് ഒന്നും ഇല്ല, നമുക്ക് ഇങ്ങനെ ചെയിൻ പോലെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു ഫിക്സഡ് അഡ്രസ് ഒന്നും ഇല്ല. പക്ഷെ അരയിൽ എന്തുണ്ട്, ഒരു ഫിക്സഡ് അഡ്രസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് സൈസ് ഉണ്ട്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ അരേ പ്രീവിയസ് എലമെന്റിനൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രീവിയസ് എലമെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ അരേ, ഡിഫറൻസ് ബിറ്റ്വീൻ അരേ ഓർ ലിങ്ക്ഡ് ലിസ്റ്റ് ചോദിക്കാം, അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ലീനിയർ അല്ലെങ്കിൽ നോൺ ലീനിയർ ചോദിക്കാം, സിമ്പിൾ ഓർ കോമ്പൗണ്ട് ചോദിക്കാം. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി ഓപ്പറേഷൻസ് ഓൺ ലിങ്ക്ഡ് ലിസ്റ്റ് തന്നെ ഒരു എക്സാമ്പിൾ, ഒരു എസ്സേ ആയിട്ട് ചോദിക്കാം. പക്ഷെ അൽഗോരിതം വിട്ടുപോകരുത്. അൽഗോരിതം നിങ്ങളോട് ചോദിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ അൽഗോരിതം എഴുതിയിട്ടുണ്ടാവണം. ഓക്കെ. ഇനി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് ഡിഫറെന്റ് ഓപ്പറേഷൻസ് ഓൺ ഡാറ്റ സ്ട്രക്ചർ. Explain why linked list based data structure do not face overflow situation as in array based data structure. Explain the classification of data structure. Explain linked list. Short note on overflow and underflow. Overflow and underflow വളരെ പ്രധാനമാണ്. പിന്നെ എക്സ്പ്ലെയിൻ ഹൗ പുഷ് ഓപ്പറേഷൻ ഈസ് ഡൺ ഇൻ എ സ്റ്റാക്ക്. എങ്ങനെയാണ് പുഷ് ഓപ്പറേഷൻ സ്റ്റാക്കിൽ നടക്കുന്നത്? പുഷ് എന്ന് പറയുന്നത് ഒരു ഇൻസേർഷൻ ഓപ്പറേഷൻ ആണ്. ഇൻസേർഷൻ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത്. ഇനി എന്താണ് ലിങ്ക്ഡ് ലിസ്റ്റ്, അതിന്റെ ഇൻസേർഷൻ ഓപ്പറേഷൻ എങ്ങനെയാണ് വരിക. എക്സ്പ്ലെയിൻ ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ഓപ്പറേഷൻ ഇൻ ക്യൂ ഡാറ്റ സ്ട്രക്ചർ വിത്ത് അൽഗോരിതം. ഇൻസേർഷൻ ഡിലീഷൻ ഓപ്പറേഷൻ ക്യൂവിൽ എങ്ങനെയാണ് നടക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ടത്. ഇതിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഒന്ന് പെട്ടെന്ന് ചോദിച്ചോ. അത്യാവശ്യം നല്ല വെയിറ്റേജും അത്യാവശ്യം നല്ല പോലെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. ഏതേലും പറയണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അവന്തിക, ജവാദ, പ്ലീസ് റെസ്പോണ്ട് എനി പോർഷൻ. എന്തേലും ഉണ്ടോ എവിടെയും? ഈ സർക്കുലർ ക്യൂ ഇല്ലേ, പറഞ്ഞോ. അത് ഒന്നുകൂടി കുറച്ചുകൂടി വ്യക്തമാക്കിയിട്ടൊന്ന് പറഞ്ഞു കഴിയോ? സർക്കുലർ ക്യൂ പറയാം. സർക്കുലർ ക്യൂല് നമുക്ക് അൽഗോരിതം എഴുതാനില്ല. ഫസ്റ്റ് അത് നോക്കണേ. സർക്കുലർ ക്യൂല് നമ്മൾ ചോദിക്കാൻ വേണ്ടി വരാൻ ചാൻസ് ഉള്ളത് എങ്ങനെയാണ് എന്താണ് സർക്കുലർ ക്യൂന്റെ അഡ്വാൻറ്റേജ്, എന്തിനാണ് സർക്കുലർ ക്യൂ കൊണ്ടുവന്നത്. ശ്രദ്ധിച്ചോ, ഒരു സർക്കുലർ മാനറില് ഇതുപോലെയാണ് നമ്മളുടെ എലമെന്റിനെ ഇൻസേർട്ട് ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യുന്നതും. ഒരു സർക്കുലർ മാനറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻസേർട്ട് ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യുന്നതും. ഓക്കെ. ഒരു ലീനിയർ ക്യൂല് നമ്മൾ പറയുന്നു ഇതാണ് നമ്മളുടെ ലീനിയർ ക്യൂ എന്ന് പറയുന്നത്.
ആ ലീനിയർ ക്യൂവില് ഫ്രണ്ടും ഉണ്ടാകാം റിയറും ഉണ്ടാകാം. ഓക്കെ, ആ ഫ്രണ്ടിൽ നിന്നും റിയറിലോട്ട് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, 10, 20, 30, 40 എന്ന് പറയുന്ന എലമെന്റിനെ ഇൻസേർട്ട് ചെയ്തു, റിയർ വഴി ഇൻസേർട്ട് ചെയ്തു, ഫ്രണ്ട് വഴി ഡിലീറ്റ് ചെയ്തു. ഫ്രണ്ട് വഴി ഡിലീറ്റ് ചെയ്യുമ്പോൾ 10 ഡിലീറ്റ് ചെയ്തു, 20 ഡിലീറ്റ് ചെയ്തു. അതിന്റെ മുന്നിൽ നമുക്ക് 2 സ്പേസ് അവൈലബിൾ ആണ്. പക്ഷേ ആ സ്പേസിൽ എനിക്ക് ഇവിടെ ഈ രണ്ടാളെയും കൂടി ഡിലീറ്റ് ചെയ്താൽ മാത്രമേ പുതിയ ഒരാളെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പുതിയ ഒരാളെ ഈ കംപ്ലീറ്റ് ക്യൂ ഫുള്ള് ഡിലീറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പുതിയ ഒരാളെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതാണ് സർക്കുലർ ക്യൂ. അതിൽ നിന്നും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാണ്, ഇപ്പൊ 10, 20 ഇവിടെ ഉണ്ട്, ഇതിനെ ഡിലീറ്റ് ചെയ്തു, ഇവിടെ സ്പേസ് വെറുതെ കിടക്കുക, പക്ഷെ അതിനൊക്കെ ഉപയോഗിക്കാനും പറ്റുന്നില്ല. ആ ഒരു അവസ്ഥേനെ, ആ ഒരു ഡ്രോബാക്കിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നേക്കുന്നത്, സർക്കുലർ ക്യൂ കൊണ്ടുവന്നേക്കുന്നത്. ഓക്കെ, സർക്കുലർ ക്യൂവിൽ എന്താ പറയുന്നതെന്ന് വെച്ചാല്, ഡാറ്റ ഫുള്ളായി കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യുന്നു, 10, 20, 30, 40, 50, 60, 70, 80, 90, 20 ഫ്രണ്ടിലൂടെ റിയറിലൂടെ ഞാൻ ഇൻസേർട്ട് ചെയ്തു, ഫ്രണ്ടിലൂടെ ഞാൻ എന്ത് ചെയ്യാണ്, ഡിലീറ്റും ചെയ്യാണ്. ഡിലീറ്റ് ചെയ്യുന്നത് ഏതിലൂടെയാണ്, ഫ്രണ്ടിലൂടെ. ഇവിടെ ഞാനിപ്പോ 10നെ ഡിലീറ്റ് ചെയ്താൽ എന്റെ ഫ്രണ്ട് എങ്ങോട്ടേക്ക് പോവും, 20ലോട്ട് പോവും. അപ്പൊ എനിക്ക് റിയർ എങ്ങോട്ടേക്കായിട്ട് മാറും, ഈ ഡിലീറ്റ് ചെയ്തെടുത്തോട്ട് മാറും. ഇവിടെ എനിക്ക് വേണമെങ്കിൽ ഒരു പുതിയ നമ്പർ ഇൻസേർട്ട് ചെയ്യാം, കുഴപ്പമില്ല. കാരണം ഈ റിയർ എങ്ങനെയാണ് കറങ്ങുന്നത്, ഒരു ഭൂമി കറങ്ങുന്നത് പോലെ റൗണ്ടിൽ കറങ്ങാം. ഒരു ഫ്രീ സ്പേസ് വന്നാൽ തൊട്ടപ്പുറത്തോട്ട് ചാടും. അപ്പം ഇതിൽ എന്താ ചെയ്യാ, ലാസ്റ്റത്തെ പൊസിഷൻ കഴിഞ്ഞാല് വീണ്ടും ഒരു കണക്ഷൻ റൗണ്ട് ആയിട്ട് സർക്കിൾ ആയിട്ട് ഉണ്ടാവും. അങ്ങനെ സർക്കിൾ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഒരു മെമ്മറി സ്പേസും നമുക്ക് ഫ്രീ ആയിട്ട് കിടക്കേണ്ടി വരില്ല. നമുക്ക് പരമാവധി മാക്സിമം നമുക്ക് എത്ര സ്പേസ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നോ ആ സ്പേസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫിഫോ മാനറില് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് സർക്കുലർ ക്യൂ വർക്ക് ചെയ്യുന്നത്. നോർമൽ ക്യൂ ആയാലും സർക്കുലർ ക്യൂ ആയാലും ഫിഫോ മാനറിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് വന്ന ആള് ഫസ്റ്റ് പുറത്തോട്ട് പോകുന്നേ ഉള്ളൂ. ഇവിടെ ഇതായിരുന്നു എന്റെ റിയർ എങ്കിൽ റിയർ വഴിയാണ് ഞാൻ ഇൻസേർട്ട് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. ഇതാണ് എന്റെ ഫ്രണ്ട്. ഞാൻ ഇവിടെ 100നെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാല് എന്റെ ഫ്രണ്ട് എങ്ങോട്ട് പോകും, പിന്നീട് നിൽക്കേണ്ട ആവശ്യമുണ്ടോ ഫ്രണ്ടിന്? ഇല്ല, അടുത്ത ഡിലീറ്റ് ചെയ്യേണ്ട അടുത്തോട്ട് പോയി. അപ്പൊ റിയറിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ പുതിയ ആളെ ഇൻസേർട്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പം ഫിഫോയിൽ പോകുന്നോണ്ട് തന്നെ ഒരാൾ ഡിലീറ്റ് ചെയ്താലും മറ്റേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, അതേ വഴി ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ ഈ സർക്കുലർ ക്യൂവിൽ ഓപ്പറേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. NQ ഓപ്പറേഷനും DQ ഓപ്പറേഷനും. NQ ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ഇൻസേർഷനും DQ ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ഡിലീഷനും ആണ്. അപ്പൊ NQ ഓപ്പറേഷനിൽ എന്താ നടക്കുന്നത്, ഫസ്റ്റ് ക്യൂ എന്ത് ചെയ്യാ, ഫുൾ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ക്യൂ ഫുൾ അല്ലെങ്കിൽ, ഇവിടെ ക്യൂ ഫുൾ അല്ല എന്ന് വിചാരിക്കാം, ഇവിടെ ഇത്രയും സ്പേസ് അവൈലബിൾ ആണ്, ക്യൂ എന്തല്ല ഫുൾ അല്ല, ഇത്രയും സ്പേസ് അവൈലബിൾ ആണെങ്കിൽ എന്റെ റിയർ എന്ത് ചെയ്യാ, ഇവിടെയാണ് റിയർ എങ്കിൽ തൊട്ടടുത്തോട്ട് റിയറിനെ മാറ്റാം. എന്നിട്ട് ആ റിയറിൽ എന്ത് ചെയ്യാ, വാല്യൂ ഇൻസേർട്ട് ചെയ്യാം. ആ റിയറിൽ എന്ത് ചെയ്യാ, വാല്യൂ ഇൻസേർട്ട് ചെയ്യാം. വീണ്ടും ക്യൂ ഫുൾ ആണോ എന്ന് നോക്കാം, ക്യൂ ഫുൾ അല്ല, ഇനിയും സ്പേസ് ഉണ്ട്. അടുത്ത റിയറിൽ എന്ത് ചെയ്യുക, വീണ്ടും വാല്യൂ ഇൻസേർട്ട് ചെയ്യുക. ഇതാണ് NQ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇൻസേർഷൻ ഓപ്പറേഷൻ. ഇനി DQ ഓപ്പറേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ക്യൂവിൽ നിന്നും ഡാറ്റേനെ ഡിലീറ്റ് ചെയ്യുന്നത്. ക്യൂവിൽ നിന്നും ഡാറ്റേനെ ഡിലീറ്റ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയാ, DQ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ഞാൻ ക്യൂ എംപ്റ്റി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ക്യൂ എംപ്റ്റി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ക്യൂ എംപ്റ്റി ആണെങ്കിൽ നമുക്ക് പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റൂല, ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല. ഇനി ക്യൂ എംപ്റ്റി അല്ല എന്ന് വിചാരിക്കാം. ക്യൂ എംപ്റ്റി അല്ലെങ്കിൽ ഈ ഫ്രണ്ടിലുള്ള ആളെ ഞാൻ എന്ത് ചെയ്യാണ്, ഡിലീറ്റ് ചെയ്യാണ്. ഫ്രണ്ടിലുള്ള ആളെ 30നെ ഞാൻ എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്തു.
ക്യൂ എം ടി അല്ലെങ്കിൽ ഈ ഫ്രണ്ടിലുള്ള ആളെ ഡിലീറ്റ് ചെയ്തു. ഫ്രണ്ട് എങ്ങോട്ട് പോയി? അടുത്തടുത്തോട്ട് പോയി. അതിനെ വീണ്ടും എനിക്ക് എന്ത് ചെയ്യാം? ഡിലീറ്റ് ചെയ്യാം. ഫ്രണ്ട് വീണ്ടും പോകും. ഓക്കെ. ആ സമയത്ത് ഈ റിയറിന് വേണമെങ്കിൽ ഇവിടെ ആരെ ഇൻസേർട്ട് ചെയ്യാം? പുതിയ വാല്യൂവിനെ ഇൻസേർട്ട് ചെയ്യാം. ഇങ്ങനെയാണ് ഒരു സർക്കുലർ ക്യൂ വർക്ക് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ലീനിയർ ക്യൂല് ഡാറ്റേനെ ഡിലീറ്റ് ചെയ്താലും നമുക്ക് ആ പ്ലേസ് പിന്നെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂല. പക്ഷെ സർക്കുലർ ക്യൂവില് ആ പ്ലേസിലോട്ട് പുതിയ ഡാറ്റേനെ ചേർക്കാം. എവിടെയൊക്കെയാ യൂസ് ചെയ്യുന്നതെങ്കിലും ചോദിച്ചാൽ ട്രാഫിക് മാനേജ്മെന്റ്, സിസ്റ്റം റിസോഴ്സ് ഷെഡ്യൂളിങ്, അതുപോലത്തെ അൽഗോരിതങ്ങളിലൊക്കെയാണ് സർക്കുലർ ക്യൂ യൂസ് ചെയ്യുന്നത്. ജവാദൊക്കെ ക്ലിയർ ആയോ? ക്ലിയർ ആയി മിസ്. ഓക്കെ. അവന്തിക ഓക്കെ ആണോ? ഓക്കെ ആണ് മിസ്. പറഞ്ഞത് ഓക്കെ അല്ലേ? എവിടെയും വേറൊന്നും പ്രശ്നം എന്തേലും ഉണ്ടോ? ഇത്രയും miss, കാര്യങ്ങൾ okay. വളരെ വ്യക്തമായി പഠിക്കണേ. ഓക്കെ മിസ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്താലോ?